നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ ചിക്കൻ മന്തി വെച്ച് വിഷു ആശംസിക്കുമ്പോൾ അത് ക്രിയേറ്റിവിറ്റി എന്ന് വിളിക്കാമോ? വിശ്വാസത്തിന് മേൽ കടന്നു കയറുന്ന വിപണന തന്ത്രവും വിദ്വേഷ പ്രചാരണവും, ദൈവരൂപങ്ങളെ പോലും മാർക്കറ്റിംഗിന്റെ ഭാഗമാക്കുന്ന പ്രവണത, വിശ്വാസം ചിലർക്കൊരു സ്വകാര്യ കാര്യമാണെന്ന് പറഞ്ഞ് എല്ലാം ന്യായീകരിക്കാൻ കഴിയുമോ? മതചിഹ്നങ്ങൾക്കുള്ള ബഹുമാനം ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനമാണ്. എന്തുകൊണ്ട് മതവികാരം വ്രണപ്പെട്ടതായി പറയുന്നു? ഉണ്ണിക്കണ്ണൻ ഭക്തിപൂർവ്വം ആരാധിക്കുന്ന ദൈവരൂപം, അതിനു മുന്നിൽ ചിക്കൻ മന്തി വെച്ച് പരസ്യം ചെയ്യുന്നത് ഹൈന്ദവ വിശ്വാസികൾക്ക് അസ്വസ്ഥതയും അപമാനബോധവും ഉണ്ടാക്കുന്നു. ദൈവചിഹ്നങ്ങൾ വികലമായി വ്യാപാര ലാഭത്തിനായി ഉപയോഗിച്ച് മതസ്പർദ്ധയുണ്ടാക്കിയത് ഒറ്റപ്പെട്ടതുമല്ല. എല്ലാവർക്കും ഒരേ രീതിയിൽ വേദന ഉണ്ടാക്കില്ലെങ്കിലും ആരുടെയോ വിശ്വാസം വേദനിപ്പിച്ചാൽ അത് ക്രിയേറ്റിവിറ്റി എന്ന പേരിൽ മറച്ചുവെക്കാനാകില്ല. ചേർത്തലയിലെ മെഹർ മന്തിക്കടയിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ പ്രൊമോഷൻ അല്ല ഇത് പരസ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സ്വാതന്ത്ര്യം എന്നത് എല്ലാം ചെയ്യാനുള്ള അവകാശം മാത്രമല്ല, മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കാനുള്ള ഉത്തരവാദിത്വവും കൂടിയാണ്. മറ്റു മതങ്ങളുടെ കാര്യത്തിലായാൽ എന്തായിരിക്കും എന്ന് ചോദിക്കാൻ പാകത്തിൽ വടി നൽകുന്നത് അവിശ്വാസത്തിനെ ഇട നൽകൂ. ഉണ്ണിക്കണ്ണനും കുഴിമന്തിയും പരസ്യം നൽകിയതിന് മാപ്പ് പറഞ്ഞത് അംഗീകരിക്കാവുന്നതല്ലേ? ഒരേ സമയം സമാന പരസ്യങ്ങൾ ഒരുമിച്ച് വന്നത് ആസൂത്രിതമെന്ന് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഒളിച്ചിരിക്കുന്ന അജണ്ടയുണ്ടോ? സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ വിഷു പരസ്യങ്ങളുടെ പേരിൽ ഹൈന്ദവ വിശ്വാസത്തെ ആക്രമിക്കുന്ന രീതിയിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നടന്നതായാണ് ഹൈന്ദവ സംഘടനകളുടെ ആരോപണം. അതിൽ പ്രധാനമായത് ചേർത്തലയിലെ മെഹർ മന്തിക്കടയുടെ പോസ്റ്ററാണ്. അവിടെയാണ് ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ ചിക്കൻ മന്തി വെച്ചിരിക്കുന്ന പരസ്യം വന്നത്. സമാന രീതിയിലുള്ള പരസ്യങ്ങൾ ഇതേ രീതിയിലല്ലെങ്കിലും മറ്റു പല രീതിയിൽ പലയിടങ്ങളിലും ഉണ്ടാവുകയും ചെയ്തു. NIA അന്വേഷണമാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ RV ബാബു, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ രാഹുൽ ഈശ്വർ, ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നിവർ ചേരുകയാണ്. ശ്രീ RV ബാബു, എന്തുകൊണ്ടാണ് ഇതിലൊരു NIA അന്വേഷണമൊക്കെ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ചേർത്തലയിലെ സംഭവത്തിൽ ആ മെഹർ മന്തിക്കടയുടെ ഉടമ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണെന്ന് പറയുന്നു. എന്നിട്ടും എന്തുകൊണ്ടൊരു NIA അന്വേഷണം, ഇത്ര കടന്നുള്ള ഒരു ആവശ്യം എന്തുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? നോക്കൂ, ചേർത്തലയിലെ മെഹർ റെസ്റ്റോറന്റ് നടത്തിയ ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായിരുന്നെങ്കിൽ നമുക്ക് അതിനെ അങ്ങനെ കാണാമായിരുന്നു. അദ്ദേഹത്തിന്റെ മാപ്പപേക്ഷ കൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ, എറണാകുളത്തും പെരിന്തൽമണ്ണയിലും കോട്ടക്കലിലും ഒക്കെ അടക്കം പല ഭാഗത്തും സമാനമായ രീതിയിൽ വിഷു ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ള ആശംസാ കാർഡുകൾ അല്ലെങ്കിൽ പരസ്യങ്ങളിലൊക്കെ ഈ നിലയ്ക്ക് ശ്രീകൃഷ്ണനെ മാത്രമല്ല ഹൈന്ദവ വിശ്വാസങ്ങളെ ഒക്കെ അപമാനിക്കുന്ന, അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ, ആ രീതിയിലുള്ള പരസ്യങ്ങൾ ഒരുപാട് പുറത്തിറങ്ങിയിട്ടുണ്ടായി. ഇതിനെല്ലാം സമാനമായ സ്വഭാവമാണ്. ഒന്നില്ലെങ്കിൽ മറ്റേ ഉണ്ണിക്കണ്ണനെയും മാംസാഹാരവും ചേർത്ത് വെച്ചുകൊണ്ട് എറണാകുളത്ത് ഒരു കട ഇറക്കിയത് വിഷുക്കണിയിൽ ചെരുപ്പ്, അവരുടെ പ്രൊഡക്റ്റ് ചെരുപ്പ് വെച്ചുകൊണ്ടാണ്. വിഷുക്കണിയൊക്കെ എത്ര പവിത്രമായിട്ടാണ് വിശ്വാസികൾ കാണുന്നത്, അതിന് ഏതൊക്കെയാണ് വിഷുക്കണിയിൽ വേണ്ട വിഭവങ്ങൾ എന്ന് വരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ആവാം എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പൊ ആ വിഷുക്കണിയിൽ ചെരുപ്പ് വെച്ചിട്ടാണ് പ്രദർശിപ്പിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സ്ഥാപനങ്ങളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരേ പാറ്റേണിലുള്ള ഒരു പരസ്യങ്ങളാണ് നമ്മൾ പ്രത്യക്ഷപ്പെടുന്നത്. സ്വാഭാവികമായും ഇത് ഒരാൾക്ക് സംഭവിച്ച ഒരു കേസായിട്ട് അല്ലെങ്കിൽ അബദ്ധമായിട്ട് മാത്രം ഇതിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരേ പാറ്റേണിലുള്ള ഒരേ സ്വഭാവത്തിലുള്ള ഇത്തരം പരസ്യങ്ങൾ കാണും. അപ്പൊ ആസൂത്രിതമാണ്. നമ്മുടെ നാട്ടിൽ ഇതിന്റെ പേരിൽ ഒരു വർഗീയത ഉണ്ടാക്കാൻ കഴിയുമോ, നമ്മുടെ നാട്ടിൽ ഇതിന്റെ പേരിൽ ഒരു വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്ന സംഘടനകൾ, അത്തരം സംഘടനകൾ ഇതിന്റെ പുറകിലുണ്ടോ എന്ന് അന്വേഷിക്കണം. ഒരു മതതീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. പക്ഷേ ശ്രീ RV ബാബു, ഇതിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുകയും പിന്നെ ചില വിദ്വേഷപരമായ കാര്യങ്ങൾ പറയുന്നതും ഇതല്ലേ കൂടുതലായിട്ടും ഒരു മതവിദ്വേഷത്തിനും അല്ലെങ്കിൽ കലാപാഹ്വാനം എന്ന രീതിയിലൊക്കെ പറയാൻ കഴിയുകയുള്ളൂ. ഇതിപ്പോൾ ആ
മെഹർ മന്തിക്കടയുടെ ഉടമ മാപ്പ് പറഞ്ഞു. അതോടുകൂടി ആ പ്രശ്നം അവസാനിക്കേണ്ടതല്ലേ? അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ വരുന്നത്. മഞ്ജുഷേ, എപ്പോഴും ഒരു കലാപത്തിന് തിരികൊളുത്ത ചെറിയൊരു സംഭവമാണ്. അതിനെ തുടർന്നാണ് അത് ഏറ്റുപിടിക്കുന്ന ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങളോ ഒക്കെ നടത്തിയിട്ട് അതൊരു വലിയ കലാപത്തിലേക്ക് നീളുന്നത്. അപ്പോ അതിന് വഴിമരുന്നിടുന്നവർ അവര് കർട്ടന് പുറകിലായിരിക്കാം. ഈ ഒരു കാര്യം ചെയ്താൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ അത് പടർന്ന് പഠിച്ചോളും എന്ന് ചിന്തിക്കുന്ന തരത്തിൽ നമുക്ക് ഇപ്പോ മുഹമ്മദ് ദ ഇഡിയറ്റ് എന്ന പേരിൽ ഒരു ചെറുകഥ പ്രത്യക്ഷപ്പെട്ടു പഴയ വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദു ദിനപത്രത്തില്. അത് നമ്മുടെ കേരളത്തിൽ, കർണാടകയിൽ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള കലാപം ഓർമ്മയുണ്ടോ മഞ്ജുഷിന്? എത്ര വലിയ തോതിലുള്ള വിമാനത്താവളം തീയിടുന്ന തരത്തിലുള്ള പ്രചരണങ്ങളുണ്ടായി, അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടായി. ഇതെല്ലാം ഒരു ചെറിയ സംഭവത്തിൽ നിന്ന് പടർന്നു പിടിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം അറിയാത്തവരല്ല ഇവരൊന്നും. ഈ തരത്തിൽ ഈ ഹൈന്ദവ വിശ്വാസം കൊണ്ട് വളരെ പവിത്രമായി കാണുന്നതാണ് ഇത്തരം വിശ്വാസങ്ങൾ. അതിനോട് ആ നിലയ്ക്ക് ഒരു സമീപനമാണ് വേണ്ടത് എന്നറിയാത്തവരല്ല ഇതൊന്നും. അപ്പൊ ഇത് ആസൂത്രിതമായിട്ട് ചിലരുടെയൊക്കെ അജണ്ട എന്നുള്ള നിലയ്ക്ക് നടപ്പാക്കുന്നതാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇതൊരു തീവ്രവാദ ബന്ധം ഇതിന്റെ പുറകിലുണ്ടോ എന്ന് അന്വേഷിക്കണം. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു വലിയ കലാപത്തിലേക്ക് വഴിമരുന്നിടുന്നത്. അത് ചരിത്രം അതാണ്. നമ്മുടെ മുൻകാല ചരിത്രം അത്തരത്തിലുള്ള ചരിത്രങ്ങളുണ്ട്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു ഐക്യവേദി ഇതിന്റെ പിന്നിൽ ഒരു തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നതും അത് NIA അന്വേഷിക്കണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതും മഞ്ജുഷേ. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇതിപ്പോൾ അവസാനിപ്പിക്കാവുന്ന ഒരു പ്രശ്നമല്ലേ? ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ എടുത്ത് നോക്കിയാൽ ഓരോ മിനിറ്റിലും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതികൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് നോക്കിയപ്പോൾ വളരെ മോശം കാര്യങ്ങളൊക്കെയാണ് ഇതേക്കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ? നിർത്താറായില്ലേ ഇത്? ജഷേ, ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ആർവി ബാബു പറഞ്ഞതുപോലെ ഇത് ഒരു ഹിറ്റ് ആൻഡ് റൺ പോലെയാണിത്. ഇതിൻ്റെ പുറകിലുള്ള ശക്തമായൊരു ഗൂഢാലോചന നമ്മൾ സംശയിക്കുന്നത് അതുകൊണ്ടാണിത്. ഒരു കാര്യം അങ്ങോട്ട് കൊളുത്തി അങ്ങോട്ട് വിട്ടു കഴിഞ്ഞു, അയ്യോ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി, മാപ്പ് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ആ കൊളുത്തി വിട്ട സാധനം ഇങ്ങനെ കിടന്ന് തുടർചലനങ്ങളിൽ കൂടെ കത്തുകയാണ്. ഇവർക്ക് വേണ്ടതും ഇത് തന്നെയാണ്. ഇത് അവസാനം വളരെ വലിയ ഒരു ഹേറ്റ്രഡ് സ്പ്രെഡിലേക്ക് പോയി കഴിയുമ്പോൾ ഇതെങ്ങനെ തുടങ്ങി എന്നുള്ളത് ആൾക്കാർ മറക്കും. പിന്നെ അവസാനം ഇപ്പോൾ മഞ്ജുഷ പറഞ്ഞ പോലെ എത്ര മോശമായിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, ഇത് വളരെ മോശമല്ലേ, ഇങ്ങനെ സംഭവിക്കാമോ? നോക്കൂ, അതിൻ്റെ ആ നറേറ്റീവ് ബിൽഡിങ്ങിൽ പോകുന്നത് ഏത് വഴിക്കാണ് എന്നുള്ളത്, ഇതെങ്ങനെ തുടങ്ങി എന്നുള്ളത്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ നമ്മൾ പറയുന്നു. ഒരു കാര്യം പറയട്ടെ, അതായത് ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ മാംസാഹാരം വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ അകത്ത് എന്താ ഇത്ര പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അങ്ങനെ പറയാനാണെങ്കിൽ. പക്ഷേ അതല്ല, ഇത് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ആ വിശ്വാസത്തിനെ ഹനിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതല്ലേ എന്ന ഒരു ചിന്ത ഇതിൻ്റെ ക്രിയേറ്റേഴ്സിന് എന്തുകൊണ്ട് തോന്നിയില്ല എന്നുള്ളതാണത്. അതിന് സാധ്യതയില്ലേ? അങ്ങനെ നമ്മുടെ സൊസൈറ്റി വളരെ റിലീജിയസ്ലി സെൻസിറ്റീവാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും. അതായത് ഇനി ഇതിൻ്റെ ആശയപരമായ ആഴങ്ങളിലേക്ക് പോയി ഇവിടെ മാംസാഹാരം നിഷിദ്ധമാണോ, ഇവിടെ മാംസം നിവേദിക്കുന്ന ക്ഷേത്രങ്ങളില്ലേ, അങ്ങനല്ലേ ഇങ്ങനല്ലേ, ഇങ്ങനെയുള്ള താത്വിക അവലോകനങ്ങളിലേക്കൊക്കെ ഒന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. അതുപോലെ വടക്കൻ കേരളത്തിൽ മാംസാഹാരം കഴിക്കാറുണ്ട് വിഷുവിന്. പക്ഷേ മാംസാഹാരം നിവേദിക്കാറുണ്ടോ? വിഷുവിന് മാംസാഹാരം കഴിക്കാറുണ്ട്, ശരിയാണ്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ വടക്ക് ഞാൻ കോഴിക്കോട്ട് താമസിക്കുന്ന ആളാണ്. അവിടെ വിഷു സദ്യ വിളക്കിന് മുമ്പ് നിവേദിക്കുമ്പോൾ കോഴിയിറച്ചി കൊണ്ട് വിളമ്പാറുണ്ടോ? നിങ്ങൾക്കറിയാവോ അത്? ഇല്ലല്ലോ. വെറുതെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചർച്ചകളിലൊന്നും ഉണ്ട്. മാംസം കഴിക്കുന്നവരുണ്ട്. മാംസം ആ വീട്ടിലെ ഒരു വിശേഷ ദിവസത്തിൽ വിശേഷമായിട്ടൊരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കുന്നു എന്നുള്ളതിനപ്പുറമൊന്നുമില്ല. അത് വിഷുവിന് മാംസം കഴിച്ചേ പറ്റൂ എന്നൊന്നും അല്ല. അത് സാധാരണ ഒരു മനുഷ്യ ജീവിതത്തിലെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യമാണത്. ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവം എല്ലാവർക്കും ഇഷ്ടമുള്ളത്, അല്ലാതെ മറ്റേ ഞാനതല്ല ചോദിക്കുന്നത്. ഇതെന്തുകൊണ്ട് ഇതിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ മനസ്സിൽ വന്നില്ല? എന്തുകൊണ്ട് അവർ ചിന്തിച്ചില്ല? ചിന്തിക്കാത്തതല്ല, അവർക്കിതറിയാത്തതല്ല. ഇതൊരു വലിയ ചർച്ചയാകും എന്നുള്ളതറിയാം. ഈ ചർച്ചയുടെ അനന്തരഫലമായി എന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അവർക്കറിയാം. ഇപ്പം ഞാനും കണ്ടു, ഇതിൻ്റെ അത് ധാരാളം കണ്ടു, പന്നിയെ വെച്ചുകൊണ്ടുള്ളതും ഇങ്ങനെയുള്ള ഒരുപാട്. അതെ, ഇത് സംഭവിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണിത്.
എന്നിട്ട് എന്താ പറയുന്നത്, വളരെ സിമ്പിളായിട്ട് ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, സോറി കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ പണി അവൻ ചെയ്തു കഴിഞ്ഞു. ഡാമേജ് ഈസ് ഓൾറെഡി ബീൻ ഡൺ. ഇതാണ് ഗൂഢാലോചന എന്ന് പറയുന്നത്. ഇതാണ് ബാഡ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. രാഹുൽ, താങ്കൾ സംശയിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ആസൂത്രിതമായ നീക്കം ഇതിന് പിന്നിൽ? നേരെ തിരിച്ചാലോചിച്ച് നോക്കൂ മഞ്ജുഷ്, കേരള സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിജയമല്ലേ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞത്? അവർ തെറ്റായ ഒരു പോസ്റ്റർ കൊണ്ടുവന്നു. 100%, ഒരുപക്ഷെ 99% സാധാരണ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതിനെ തള്ളിപ്പറഞ്ഞു. ഹിന്ദു സെന്റിമെന്റ്സിനോടൊപ്പം നിന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്ന 90-99% മുസ്ലിം പ്രൊഫൈലുകളിൽ നോക്കിയാൽ അവൻ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ അവനെ കടുത്ത രീതിയിൽ ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒരു മുസ്ലിം സാറിനോട് പറഞ്ഞു, ശിക്ഷിക്കൊന്നും വേണ്ട, അവൻ ഓൾറെഡി നിയമ നടപടി നേരിടണം, പക്ഷേ ഒരുപക്ഷെ ബോധപൂർവം ചെയ്തതായിരിക്കില്ല. അപ്പോ കേരളത്തിന്റെ ബോധപൂർവം അല്ലെങ്കിൽ ഇവന്റെ ബോധം എവിടെയാണ് രാഹുൽ കിടക്കുന്നത്? എന്ത് ബോധമാണിത്? എന്ത് ബോധപൂർവമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഇത് പറയാൻ തോന്നുന്നു? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറയാൻ തോന്നുന്നത് ബോധപൂർവമല്ല എന്ന്? ഇവിടെ ഒരു സാഹിത്യ സൃഷ്ടിയിലെ ഒരു വാക്ക് ഒരു കഥാപാത്രത്തിന്റെ ഉപയോഗിച്ചപ്പം ഒരു അധ്യാപകനെ റോഡിലിട്ട് വെട്ടിനുറുക്കിയ നാടാണിത്. നിങ്ങൾ ബോധമില്ലാഞ്ഞിട്ടാന്ന് പറയുന്നത്, ബോധപൂർവമല്ല എന്ന് പറയുന്നത്? മറുപടി പറയട്ടെ, ഇനി അങ്ങ് മറുപടി കേൾക്കൂ. ഇത് യഥാർത്ഥത്തിൽ ബോധപൂർവമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ ആ ഹിന്ദു മുസ്ലിം സ്പർദ്ധ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഇതുപോലുള്ള വൃത്തികെട്ട കീടങ്ങളാണ് ഈ നാട്ടിൽ. രാഹുൽ പറയട്ടെ, അദ്ദേഹത്തിന് വാദം പറയട്ടെ. ബോധപൂർവമല്ല. രാഹുൽ പറയട്ടെ. മഞ്ജുഷ് ഒരു കാര്യം ഓർത്തു നോക്കുക, എന്നെക്കാട്ടി സൗണ്ടുള്ള ആരും അവിടെ ഇല്ലല്ലോ. പ്രത്യേക സൗണ്ട് ബോക്സ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് പോണം മിസ്റ്റർ. അയാളെ കണ്ടി വലിയ സൗണ്ട് ബോക്സ് ഇവിടെ ആർക്കും ഇല്ല. ഇയാൾക്ക് പ്രത്യേകം ഉണ്ടാക്കിയ സൗണ്ട് ബോക്സ് ആണല്ലോ. അദ്ദേഹം പേടിപ്പിക്കുന്നത് സൗണ്ട് ബോക്സ് അല്ല, രാഹുൽ ഇവിടെ താങ്കൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം താങ്കൾ ഈ പോസ്റ്റർ ഉണ്ടാക്കിയവരെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. അല്ല ബാബു ഒന്ന് വെറുതെ ഇരിക്കുക. രാഹുൽ, താങ്കൾ ഈ പോസ്റ്റർ ഉണ്ടാക്കിയവരെ ന്യായീകരിക്കുന്നു എന്നുള്ള ആരോപണമാണ് താങ്കൾക്കെതിരെ വന്നിരിക്കുന്നത്. മഞ്ജുഷ് എന്റെ വാദം മുമ്പോട്ട് വെക്കട്ടെ. എന്റെ വാദം എന്താണ്? 100% തെറ്റായ ഒരു കാര്യമുണ്ടായി. അതിന് അവര് മാപ്പ് പറഞ്ഞു, പോലീസ് നടപടി എടുത്തു. ഈ നാട്ടിലുള്ള എല്ലാ മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസികളും ഒരുമിച്ച് നിന്നതിനെ എതിർത്തു. എന്റെ സുഹൃത്തു കൂടിയായ ശ്രീ ആരിഫ് ഹുസൈൻ അടക്കമുള്ള കുറച്ചുപേര് മാത്രമാണ് ഇതിനെ അനുകൂലിച്ചെങ്കിലും പോസ്റ്റ് ഇട്ടത്. വാദം വെക്കാൻ പോലും പറയട്ടെ ബാബു, അദ്ദേഹം പറയട്ടെ. എനിക്ക് രണ്ട് വാദങ്ങളേ ഉള്ളൂ. 2 മിനിറ്റ് പറയട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. 100% ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റും ഹിന്ദു വിശ്വാസിയും കൃഷ്ണ ഭക്തനുമാണ്. എന്റെ മോന്റെ പേര് പോലും യാഗം എന്നാണ്. ഗോഡ്സേവാദികൾ എന്നെ ഹിന്ദു എന്താണെന്ന് പഠിപ്പിക്കണ്ട. സാബു പ്രസാദിനോടാണ്, ബാബുചാണ്ടിനോടല്ല. എന്നെ ഗോഡ്സേവാദികൾ എന്താണ് ഹിന്ദു രാഹുൽ, 2 മിനിറ്റോട് താങ്കൾ പറയൂ. താങ്കളുടെ വാദം പൂർത്തിയാക്കൂ. ഇനി ആരും ഇടപെടില്ല. 2 മിനിറ്റ് പറഞ്ഞോളൂ. ശരി, 2 വാദങ്ങളേ ഉള്ളൂ. ഈ വിഷയത്തിൽ 99% മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നമ്മൾ ഹിന്ദുക്കളെ അനുകൂലിച്ചു. എതിർത്തത് എന്റെ സുഹൃത്തായ ശ്രീ ആരിഫ് ഹുസൈനെ പോലുള്ളവർ മാത്രമാണ്. അവരെല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുക്കണം എന്നൊരു പൊസിഷൻ എടുത്തു. ആ പൊസിഷനെ ഞാൻ ബഹുമാനത്തോടെ വിയോജിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിലും ദൈവപുത്രനായ യേശു ക്രിസ്തു ആണെങ്കിലും നമ്മുടെ ഭഗവാനായ ശ്രീകൃഷ്ണൻ ആണെങ്കിലും മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനാണെങ്കിലും സ്വാമി അയ്യപ്പനാണെങ്കിലും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിക്കാത്തതൊരു ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്ന വകുപ്പ് തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ഇതിന്റെ കൗണ്ടർ പൊസിഷൻ ഉണ്ട്. അതാണ് ശ്രീ ആരിഫ് പറയാൻ പോകുന്നത്. അതിനോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ വിശ്വാസികളെല്ലാം ഈ വിഷയത്തിൽ ഒരുമിച്ചാണ്.
എല്ലാ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിശ്വാസികളും ഈ നടപടി തെറ്റാണ് എന്ന് പറഞ്ഞ് തെള്ളി പറഞ്ഞു. ഇതിന്റെ ഏക കൗണ്ടർ എന്താണ്? ആരിഫിനെ പോലുള്ളവർ പറയുന്ന എല്ലാ മതങ്ങളെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്നുള്ളതാണ്. അപ്പൊ അതിന് ഞങ്ങളുടെ മറുപടി എന്താണ്? വിമർശിച്ചോളൂ, പക്ഷെ അധിക്ഷേപിക്കരുത്. എല്ലാ മതങ്ങളെയും ബഹുമാനത്തോടെ കാണാവൂ. ഈ നിലപാട് തന്നെയാണ് BJP അടക്കം നൂപുർ ശർമ്മയുടെ വിഷയത്തിൽ എടുത്തത്. പ്രവാചകനെ അധിക്ഷേപിക്കുന്ന വാക്കുകൾ വന്ന് ഏറ്റവും പ്രഗത്ഭയായിരുന്നു. സുഷമാ സ്വരാജിനെ പോലെ ഒരു മന്ത്രിയാളുടെ വ്യക്തിയായിരുന്നു നൂപുർ ശർമ്മ. പക്ഷേ ഏറ്റവും നല്ല മതസൗഹാർദ്ദ നിലപാടിൽ ഇതുവരെ നൂപുർ ശർമ്മയെ തിരിച്ച് സ്പോക്സ് പേഴ്സൺ പോലും ആക്കിയിട്ടില്ല. പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് കണ്ടീഷണലായി പോലുമാണ് തെറ്റായ കാര്യം പറഞ്ഞത് നൂബർ, എന്റെ സുഹൃത്തു കൂടെയാണ്. പക്ഷേ പ്രവാചകൻ മുഹമ്മദിനെ, യേശു ക്രിസ്തുവിനെ, ശ്രീരാമനെ, ശ്രീകൃഷ്ണനെ, സ്വാമി അയ്യപ്പനെ, ഭഗവതിയെ, ആറ്റുകാൽ ദേവിയെ ബഹുമാനിക്കുന്ന സ്റ്റാൻഡ് എടുക്കണം. ഈ വിഷയത്തിൽ മഞ്ജുഷിനോട് ഒരു ചോദ്യം ചോദിച്ചാൽ ആസൂത്രിതമായ നീക്കമില്ല എന്ന് തന്നെയാണല്ലോ താങ്കൾ പറയുന്നത്. ആസൂത്രിതമായി ഒന്നുമില്ല. ഒരു 100% ഒരു ഗൂഢാലോചനയില്ല. മഞ്ജുഷ് കൂടി ഒരു ഉത്തരം പറയണം. 90-95% മുസ്ലിം സഹോദരങ്ങളും ഇതിൽ ഹിന്ദു സമൂഹം ഹേർട്ടായി അവരോടൊപ്പം നിൽക്കണമെന്നുള്ള സമീപനമല്ലേ എടുത്തത്? എനിക്ക് തോന്നുന്നില്ല കേട്ടോ, കാരണം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കാൻ അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ശതമാനം കണക്കിൽ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത് സ്പേസ് പോലും കൊടുക്കരുത് കേട്ടോ. കാര്യം ഇങ്ങനെ ഇതുപോലുള്ളവരല്ല, ഇങ്ങനെയുള്ള വിഷജന്മങ്ങളാണ് ഈ നാടിന്റെ ശാപം എന്ന് പറയുന്നത്. ഈ രാഹുൽ ഈശ്വരനെ പോലുള്ള കൊടും വിഷങ്ങളാണ് ഈ നാടിന്റെ ശാപം. കേരളത്തിലെ ഏത് മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാരായ ഇതിനെതിരെ പ്രതികരിച്ചത്? രാഹുൽ എന്ന് പറഞ്ഞു. അല്ല ബാബു ചോദിക്കുന്ന കാര്യം രാഹുലെ ഏത് സംഘടനയാണ് ഇതിനെ തള്ളിപ്പറഞ്ഞത് എന്നുള്ളതാണ്. മിണ്ടാതിരിക്കുകയാണ്. ഏത് മുസ്ലിം സംഘടനകളാണ് പ്രതികരിച്ചത്? അവർ മാപ്പ് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് എല്ലാ മുസ്ലിങ്ങളും എതിർത്തു. എന്നെ മഞ്ജുഷേ ഒരൊറ്റ കാര്യമില്ലേ, ഇത് നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ ഈ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു മഞ്ജുഷേ? ഈ നാട്ടിൽ എന്തെല്ലാം സംഭവിക്കുമായിരുന്നു? എല്ലാം തെറ്റാണ്. പ്രവാചകൻ മുഹമ്മദിനെയും യേശുക്രിസ്തുവിനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും എല്ലാവരെയും രാഹുൽ അങ്ങനെ ഒരു വടി കൊടുക്കുകയായിരുന്നല്ലോ ചെയ്തത്. അങ്ങനെ ഒരു വടി കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. ഞാനതാണ് പറയുന്നത്. അങ്ങനെ ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ള അവസരം നൽകി എന്നുള്ളതാണ്. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിക്കുക. ഈ വിഷയത്തിൽ ഒരാളെ എതിരുള്ളൂ, അത് ശ്രീ ആരിഫാണ്. എന്താണ് താങ്കൾക്കുള്ള എതിർപ്പ് ഇക്കാര്യത്തിൽ എന്താണ്? രാഹുൽ പറയുന്നുണ്ട് താങ്കൾ അനുകൂലിക്കുകയാണോ? ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന രീതിയിലാണോ താങ്കൾ കാണുന്നത്? എനിക്കൊരു 72 സെക്കൻഡ് തരണം, ഞാൻ ഒന്ന് പൂർണ്ണമായിട്ട് എനിക്ക് പറയാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, പോസ്റ്റർ, ആ പറയുന്ന പോസ്റ്റർ അത് ചെയ്തത് തെറ്റല്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് മുഴുവൻ പറയാൻ അവസരം തരണം. 2, അങ്ങനെ പോസ്റ്റർ ഇട്ടാൽ അത് തെറ്റല്ല എന്നിരിക്കെ അത് കണ്ടിട്ട് അതിലൊരു വിഷമം തോന്നാനുള്ള അവകാശം മുഹമ്മദ് നബിയെ അല്ല എന്നിരിക്കെ സാധാരണ മുസ്ലിമിൻ്റെ പേര് മുഹമ്മദ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യപേപ്പറിൽ ഒരു മുഹമ്മദ് എന്ന പേരിട്ടപ്പോൾ തൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ആവർത്തിച്ച് പറയുകയും കോടതി പോലും നിരീക്ഷിച്ചതിന് ശേഷവും അത് ആവർത്തിച്ച് പറഞ്ഞിട്ടും അല്ല, അത് മുഹമ്മദ് നബിയുടെ പേര് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണോ മുസ്ലിങ്ങൾ ഇന്നും ജോസഫ് മാഷെ കരിവാരി തേക്കുന്നത്, എങ്ങനെയാണോ ഈ സുഹരിയെ പോലെയൊക്കെയുള്ള ഉസ്താദുമാർ, മാതൃഭൂമിയുടെയൊക്കെ അവാർഡ് വാങ്ങിയിട്ടുള്ള ആളാണ്, ആ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറയുന്ന പുസ്തകം മുഖത്ത് വെച്ചിട്ട് കൊഞ്ഞനം കുത്തി ചിരിച്ചുകൊണ്ട് ഇന്നും അതിനെ ആ രീതിയിൽ അപഹസിക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ കുരുപൊട്ടാനുള്ള അവകാശം അത് ഹിന്ദുവിനും ഉണ്ട്. 2 അതാണ്. മൂന്നാമത്തത്, അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എങ്ങനെയാണോ ഇത്ര കാലവും ഇതുപോലെയുള്ള വിഷയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് മതനിയമം അല്ലെങ്കിൽ മതനിന്ദാ നിയമം എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അതിനെ വെപ്പണൈസ് ചെയ്തുകൊണ്ട് കാലങ്ങളായിട്ട് മുസ്ലിങ്ങൾ സർ തെൻസെ ജുദ എന്ന് പറഞ്ഞ് കലാപമുണ്ടാക്കി ഇവിടെ നമ്മളുടെ നുപൂർ ശർമ്മയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത് എന്നതുപോലെ ആ മാപ്പ് പറയിപ്പിക്കാനുള്ള അവകാശം അത് ഹിന്ദുവിനുണ്ട്. ഇതാണ് ഞാൻ പറയുക. ഇനി 4ാമത്തെ കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര ചിന്തകൻ അല്ലെങ്കിൽ എക്സ് മുസ്ലിം അല്ലെങ്കിൽ ഒരു ഏത്തീസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, മതനിന്ദാ നിയമം എന്ന് പറയുന്നത് എടുത്തു കളയേണ്ട സാധനമാണ്. ഒന്നുകിൽ ഈ മതനിന്ദാ നിയമം എടുത്തു കളയുക, അതല്ല അത് അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ അതെല്ലാവർക്കും ഈക്വലായിട്ട്
കുരു പൊട്ടാനും അത് എടുത്തു വെച്ചുകൊണ്ട് വെപ്പണൈസ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾ വെച്ചു കൊടുക്കുക. ഇവിടെ അതല്ല നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ കാണുന്ന എന്താണ്? ഇപ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, ഇരട്ടത്താപ്പാണ്. എന്താണ് ഇരട്ടത്താപ്പ്? ഇവിടെ നുപൂർ ശർമ്മ വിഷയത്തിലായാലും TJ ജോസഫിന്റെ വിഷയത്തിലായാലും എന്താണോ സംഭവിച്ചത്, അന്ന് അത് തെറ്റായി പോയി. അവരുടെ വ്രണം പൊട്ടുന്നത് നിങ്ങൾ സൂക്ഷിക്കണമായിരുന്നു. TJ ജോസഫിനെ മഠയൻ എന്ന് വരെ വിളിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സമാനമായ രീതിയിൽ ഈ പോസ്റ്റർ ഒട്ടിച്ച ആളെയും മഠയൻ സൂക്ഷിക്കണമായിരുന്നു എന്ന് പറയേണ്ട ആളുകൾ അത് പറയുന്നതിന് പകരം അത് തെറ്റാണ്, അത് ശരി, അത് ചെയ്തതിൽ തെറ്റൊന്നുമില്ല, ഇത് പ്രതികരിക്കുന്ന ആളുകളുടെ തെറ്റൊന്നും ഇല്ല എന്നല്ല, മാപ്പ് പറഞ്ഞല്ലോ ഇനി വിഷയമില്ല എന്ന രീതിയിലാണ് പ്രതികരണം. പലരും പരസ്യമായിട്ട് പ്രതികരിക്കുന്നില്ല, അത് ശരിയാണ്, പക്ഷേ പ്രതികരിക്കുന്നവർ അതാണ് പറയുന്നത്. അതെ. അപ്പോൾ നിങ്ങൾ ഈ സാധനത്തെ അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ടും ഈ സാധനത്തിൽ തെറ്റൊന്നുമില്ല എന്ന് പറയാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ബേബിയെ പോലെയുള്ള മന്ത്രിമാരായിട്ടുണ്ടായിരുന്ന ആളുകൾ പോലെ അന്ന് പറഞ്ഞത് ജോസഫ് മാഷെ ഇപ്പോഴും കരിവാരി തേക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ ഇരട്ടത്താപ്പിനോടൊപ്പം എനിക്ക് നിൽക്കാൻ കഴിയില്ല. എൻ്റെ വിഷയം അതാണ്. ഇവിടെ നിങ്ങൾ കുരുപൊട്ടാനുള്ള അവകാശം അത് മുസ്ലിമിന് വെച്ചു കൊടുക്കുന്നത് പോലെ ഹിന്ദുവിനും ആ അവകാശം ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മതനിന്ദാ നിയമത്തെ നിങ്ങൾ ഉപയോഗിക്കുന്നു, അത് വെച്ചുകൊണ്ട് വെപ്പണൈസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസ്ഥയും ഈ പറയുന്ന ആളുകൾക്ക് ഉണ്ടാകണം എന്നാ ഞാൻ ശരി. രാഹുൽ, താങ്കൾ പറഞ്ഞ പോലെയല്ല ഇത്. അദ്ദേഹം പറയുന്നത് കോമൺ ആയിട്ടാണ്, എല്ലാവരുടെയും കാര്യത്തിലാണ്. ഇരട്ടത്താപ്പ് പാടില്ല എന്നാണ് പറയുന്നത് രാഹുൽ. അപ്പോൾ വ്യത്യാസം രാഹുൽ ഈശ്വരനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ആ ആഴം മനസ്സിലാക്കാതെ എന്തൊക്കെയോ കേട്ടിട്ട് എന്തൊക്കെയോ പുലമ്പുകയാണ് ചെയ്യുന്നത്. ഞാൻ അതിന് ഉത്തരവാദിയല്ല. നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ പ്രശ്നമാണ്, അതെന്റെ ഉത്തരവാദിത്തമല്ല. ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് ഇവിടെ ക്ലിയർ ആണ്. ഓക്കെ, ഈ കാർട്ടൂൺ ഓക്കെ ആണോ? ജോസഫ് മാഷ് ആ ചോദ്യപേപ്പർ ഇട്ടത് ശരിയാണെങ്കിൽ ഇതും ശരിയാണ്. അത് തെറ്റല്ല. അത് കോടതി പോലും അത് തള്ളി. അത് തെറ്റല്ല. അത് തെറ്റല്ലാത്തത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഈ പറയുന്ന ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളെ നിങ്ങൾ എടുക്കുക, കൊലപാതകികളും ബലാത്സംഗികളും ഈ പിഡോഫിൽസും ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾ എടുത്തിട്ട് അതിനകത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ പേര് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും കാണും മുഹമ്മദ്. അപ്പൊ മുഹമ്മദ് എന്ന് പറയുന്നത് ഇവിടെയുള്ള സാധാരണ മുസ്ലിമിന്റെ പേരായിരിക്കെ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചോദ്യപേപ്പർ ഇട്ട് കഴിയുമ്പോൾ അത് മുഹമ്മദ് നബി ആണ് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള അവകാശം മുസ്ലിമിനുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതും ഈ പോസ്റ്റർ പോലെ കാര്യങ്ങൾ ചെയ്യുന്നതും അത് ഒരു തെറ്റാണെന്ന് കാണാനുള്ള അവകാശം ഹിന്ദുവിനുണ്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ചോദ്യപേപ്പർ ഇട്ടത് ശരിയാണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോസ്റ്റർ ശരിയാണെന്ന് തന്നെയേ ഞാൻ പറയുള്ളൂ. ഞാൻ കാര്യം മുഴുവനായിട്ട് പറഞ്ഞു. നിങ്ങൾ ഇടയ്ക്ക് കയറി സംസാരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം ഞാൻ ഇടപെടുകയാണ്. ഷാബു, രാഹുൽ പറയുന്ന കാര്യം എന്നത് ഇത് മാപ്പ് പറയുകയുണ്ടായി, അത് അബദ്ധം പറ്റിയെന്ന് അവർ തന്നെ പറഞ്ഞു, ഞങ്ങളത് പിൻവലിച്ചു എന്ന് പറയുന്നു. ഞാൻ നേരിട്ടറിഞ്ഞ കാര്യമല്ല എന്ന് ആ മന്തിക്കടയുടെ ഉടമയും പറയുന്നുണ്ട്. ഇതാണ് രാഹുലിൻ്റെ വാദം. അതുപോലെ തന്നെ ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇതിനെ എതിർത്തിട്ടുണ്ട്. അല്ലാതെ ഈ കടയുടെ ഉടമയെ അനുകൂലിച്ചുകൊണ്ട് ആ വിഷു പരസ്യം ഉണ്ണിക്കണ്ണൻ്റെ മുന്നിൽ ചിക്കൻ മന്തി വെച്ച് കൊടുത്തതിനെ അനുകൂലിക്കുന്നില്ല. ഇതാണ് രാഹുലിൻ്റെ വാദം. പക്ഷെ നിങ്ങൾ പറയുന്നത് ഇതിൽ ഇരട്ടത്താപ്പാണെന്നാണ്. മഞ്ജുഷ ഞാൻ ഒരു വളരെ 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 ഇതായിട്ട് നമ്മുടെ കോമൺ സെൻസ് ആണിത്, വെറും കോമൺ സെൻസ്. ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ ഇറച്ചി വെച്ച് കൊടുക്കുമ്പോൾ ഇത് ആർക്കും ഒരു പ്രശ്നം, വളരെ നിഷ്കളങ്കമായിട്ട് ഈ സമൂഹം എടുത്തോളും എന്ന് ഇവർ കരുതിയിരുന്നു എന്ന് വിശ്വസിക്കാനും മാത്രമൊന്നും മണ്ടന്മാരൊന്നും അല്ല നമ്മൾ. പിന്നെ മാപ്പ് പറഞ്ഞില്ലേ, ഞാൻ മഞ്ജുഷനുടെ കാരണത്തിനുണ്ട് ഒരൊറ്റ പൊട്ടീര് പൊട്ടിച്ച് സോറി കേട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും മഞ്ജുഷ? ഞാൻ മാപ്പ് പറഞ്ഞില്ലേ, ഇനി അതങ്ങ് മറന്നൂടെ? ഇത് എന്ത് ന്യായമാണിത്? അതിലൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഷാബു പ്രസാദ് അത് പറയുമ്പോൾ അല്ലെങ്കിൽ RV ബാബു അത് പറയുന്ന സമയത്ത് ഞാൻ അതിൽ കാണുന്നൊരു കാര്യമുണ്ട്. ഇതൊരു റിയാക്ഷനാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആ റിയാക്ഷൻ ഇവിടെ ഉണ്ടാകുന്നു എന്ന സാഹചര്യമാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ നിങ്ങൾ റിയാക്ഷൻ അല്ല പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. ആ സാഹചര്യം എങ്ങനെ ഉണ്ടായി? ആ സാഹചര്യം ഇന്നലെ ഞാനൊരു പോസ്റ്റ് കണ്ടതാണ്. ഒരു മുസ്ലിം സഹോദരൻ ഇതിനെ അനുകൂലിക്കുകയാണ്. ഈ പറയുന്ന പോസ്റ്റർ ഇട്ടതിനെയും ഈ അറസ്റ്റിനെയും അവിടെ വിരോധിച്ചുകൊണ്ട് ആൾ പറയുന്ന കളിയാക്കിക്കൊണ്ട് പറയുന്നതാണ്. അതായത് അവസാനം മിഥ്യയായ ശ്രീകൃഷ്ണനെ രക്ഷിക്കാൻ അവസാനം പോലീസിന്റെ നിയമം വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇവിടെ അവർ വീണ്ടും ആവർത്തിക്കുന്നത് എന്താണ്? ശ്രീകൃഷ്ണൻ മിഥ്യയാണെന്ന് അവർ സമ്മതിക്കുകയും അതിനെ ആ രീതിയിൽ വീണ്ടും അധിക്ഷേപിക്കുകയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈ പറയുന്ന ജോസഫ് മാഷിന്റെ വിഷയം വന്നപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നുപൂർ ശർമ്മയുടെ വിഷയം വന്നപ്പോൾ ഈ മുഹമ്മദ് നബീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നുപൂർ ശർമ്മയെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ മുഹമ്മദ് നബീനെ രക്ഷിക്കാൻ, അള്ളാഹുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതേ നിയമം തന്നെയല്ലേ ഇവിടെ വന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ മറന്നു പോകുന്നത്,
ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇന്ത്യയിൽ ഈ 295A എന്ന് പറയുന്ന നമ്മൾ IPC ഉണ്ടായിരുന്ന സാധനം ഇവിടെ വന്നത് ആദ്യം? അത് ഒരു ശിവനെ രക്ഷിക്കാനോ ബ്രഹ്മാവിനെ രക്ഷിക്കാനോ ശ്രീകൃഷ്ണനെ രക്ഷിക്കാനോ അല്ല. രംഗീല റസൂൽ ആ പറയുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും. അവിടെ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മതനിന്ദാ നിയമം ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാർ? അത് കൊണ്ടുവന്നത് വീണ്ടും നോക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ രക്ഷിക്കാൻ തന്നെയാണ്. അപ്പോൾ ഈ മതനിന്ദ എന്ന് പറയുന്നത് സെമറ്റിക് മതങ്ങളുടെ ഒരു ആയുധമാണ്. ആ ആയുധം ഇന്ന് അവർ ഉപയോഗിച്ച് അത് ഇന്ന് മറ്റുള്ള മതങ്ങൾ അത് ഉപേക്ഷിച്ചെങ്കിലും ഇപ്പോഴും അത് കൊണ്ടു നടക്കുകയും ഇന്നും ലോകത്ത് ബ്ലാസ്ഫമി നിയമം വെച്ചുകൊണ്ട് ആളുകളെ കൊലയ്ക്ക് കൊടുക്കുകയും തൂക്കിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. ഇന്ന് അത് ചെയ്തുകൊണ്ട് അവർക്ക് അത് ചെയ്യുന്നത് അവരുടെ മതത്തിന് ചെയ്യുമ്പോൾ മാത്രം പ്രശ്നവും ബാക്കി മതങ്ങളുടെ കാര്യങ്ങൾ അത് ചെയ്യുമ്പോൾ അത് അവഹേളനമായിട്ട് തോന്നുകയും ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. ഇനി ഇവിടെ എന്താ ഉണ്ടായത്? ഈ സെമറ്റൈസേഷൻ ഓഫ് ഹിന്ദുയിസം അല്ലെങ്കിൽ സനാതനധർമ്മം, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് സംഭവിച്ചത് എന്ത് കൊണ്ട് എന്നത് നമ്മൾ നോക്കുമ്പോൾ ഈ ബ്ലാസ്ഫമി നിയമം എടുത്ത് വെപ്പണൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിനോട് സാമാന്യമായിട്ട് ഉണ്ടായി വരുന്ന ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അവിടെ ആ റിയാക്ഷനെ നിങ്ങൾ വിമർശിച്ചുകൊണ്ടിരുന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഇതിനുള്ള സാധ്യത ഉണ്ടാക്കി വെക്കുന്ന ഈ ഒരു കപട മതേതര ബോധം, ഈ സെന്റർ റൈറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് മെഴുകുന്ന ഒരു രീതി, അത് നിർത്തിയിട്ട് പ്രശ്നത്തെ പ്രശ്നമായി കണ്ട് അതിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരാത്ത കാലത്തോളം അതേസമയത്ത് ഈ വിഷുക്കാലത്ത് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ടായ മറ്റൊരു സംഭവം ഉണ്ടല്ലേ, ഒരു മുസ്ലിം ലേഡി അവർ പൂത്തിരി കത്തിക്കുകയും വിഷുവാശംസകൾ നേർന്നുകൊണ്ട് പോസ്റ്റ് ഇടുകയും ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ കണ്ടില്ലേ മഞ്ജുഷേ? ഈ രാഹുൽ ഈശ്വറിൻ്റെ സെൻറ്റർ റൈറ്റും തേങ്ങാക്കൊലയും മാങ്ങാത്തൊലിയൊക്കെ എവിടെ പോയി കിടക്കുകയായിരുന്നു? ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടോ ഇയാൾ? ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കാണുന്ന മാതിരി ഇതേപോലെ വെറുപ്പുളവാക്കുന്ന രീതിയിലുള്ള എന്തൊരു വലിയ കമൻറ്റുകളാണ് ആ പാവം സ്ത്രീയുടെ കമൻറ്റിൽ വന്നത്. എന്താണ്? വിഷുവിനൊരു പൂത്തിരി കത്തിച്ചു, വിഷു ആശംസകൾ നേർന്നു, അതിൻ്റെ പേരിൽ വന്നത്. അതാണ് പറയുന്നത്. അത്ര വലിയ കാപട്യമാണ് ഇങ്ങനെയുള്ള ഈ സെൻറ്റർ റൈറ്റ്, സെൻറ്റർ അപ്പ് ഡൗൺ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഓരോ വാക്കുകളും കൊണ്ടുവന്ന ഇതുപോലുള്ളവർ ചെയ്യുന്നത്. ഇവരുടെ ഞാൻ തുറന്ന് വീണ്ടും യാതൊരു മറയുമില്ലാതെ പറയുകയാണ്, ഇങ്ങനെയുള്ള മതമൗലികവാദികളോ അങ്ങനെയുള്ളവരെ കാട്ടിൽ അപകടമാണ് ഇതുപോലുള്ള വിഷജീവികൾ. ഇവരാണ് വിഷജീവികളൊന്നും പ്രയോഗിക്കണ്ട. അല്ല, പറയാതിരിക്കാൻ പറ്റില്ല മഞ്ജുഷേ, പറ്റില്ല. അതല്ല, പറയാൻ പറ്റില്ല. അതാണ് ഗാന്ധിജി എന്നും ഒരു വിഷജീവിയായിരുന്നു. ഇനി മഞ്ജുഷേ, MF ഹുസൈൻ നമ്മുടെ ദേവീ ദേവന്മാരെ അപമാനിച്ച് ചിത്രം വരച്ചപ്പോ നമ്മൾ ഹിന്ദുക്കൾ ഇതേപോലെ ഔട്ട്റേജ്ഡ് ആകുകയും ശ്രീ MA ബേബി ആയിരുന്നു അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി. 2007 സെപ്റ്റംബർ അന്നാണ് ഞാൻ ബാബുചേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഈ നാട്ടിലെ എല്ലാ പ്രസ്ഥാനങ്ങളും, സംഘപ്രസ്ഥാനങ്ങളടക്കം ഒരു വരി പറഞ്ഞോട്ടെ, ഒരു വാദം വെച്ചോട്ടെ. MF ഹുസൈനെതിരെ ഞാൻ ഒരു വാദം വെച്ചോട്ടെ. MF ഹുസൈനെതിരെ നമ്മുടെ നാട്ടിലെ ഹിന്ദു പ്രസ്ഥാനങ്ങൾ നിയമപരമായ രീതിയിൽ നീങ്ങുകയും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിന് കൊടുക്കാൻ പോയ അവാർഡിനെ തടയുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? നമ്മുടെ സീതയും ഹനുമാനെയും ദേവി ദേവന്മാരെയും ഒക്കെ മോശമായി പുള്ളി ചിത്രീകരിച്ചു. പുള്ളി വലിയ കലാകാരനായിരിക്കാം, പക്ഷെ നമ്മുടെ വികാരങ്ങളെ ഹേർട്ട് ചെയ്യുന്നത് ശരിയല്ല. ഈ തിരിച്ചറിവിൽ നിന്ന് പ്രതികരിച്ചു. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? MF ഹുസൈൻ അവാർഡ് പറഞ്ഞു, തീർന്നില്ല. ഇനി ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്നൊരു സിനിമ വന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയെ അപമാനിക്കുന്ന സിനിമയാണ്. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അപമാനിക്കുന്ന സിനിമ വന്നു. നമ്മൾ ഇതിനോട് എല്ലാം എതിർക്കണ്ടേ? ഇതല്ലേ ഈ രാജ്യത്തിന്റെ ബഹുസ്വര പാരമ്പര്യം? ഇതല്ലേ നമ്മളെ വിശ്വഗുരുവാക്കുന്നത്? ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹത്വരം ഈ മതസൗഹാർദ്ദമല്ലേ? നേരെ തിരിച്ച് എല്ലാരെയും ഉൾക്കൊള്ളുന്ന ഈ ഫ്രെയിംവർക്ക് വേഴ്സസ് ആരിഫ് പറയുന്ന ഫ്രെയിംവർക്ക്, ഈ രണ്ടും തമ്മിലല്ലേ ക്ലാഷ്? അതായത് ശ്രീ ആരിഫ് പറയുന്നതിലെ പ്രശ്നം എന്താ അറിയാമോ? നമ്മുടെ ഇന്ത്യൻ കൊടി ഒരാൾ കത്തിച്ചാൽ നമ്മൾ അയാളെ ശിക്ഷിച്ച് ജയിലിലിടും. അത് ഇന്ത്യൻ കൊടിയെ രക്ഷിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില സാമാന്യ മര്യാദകളും പരസ്പര ബഹുമാനവും ഉണ്ട്. നമ്മുടെ ഭരണഘടന കത്തിച്ചാൽ ഒരാളെ പറ്റി ജയിലിലിടും. അത് ഭരണഘടനയെ സംരക്ഷിക്കാൻ പോലീസ് വേണമെന്നാണോ അർത്ഥം? അള്ളാഹുവിനോ രാമനോ അയ്യപ്പനോ യേശുക്രിസ്തുവോ ആരും സംരക്ഷിക്കാൻ വേണ്ട. പക്ഷേ അവരുടെ വിശ്വാസികളുടെ വികാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഭരണഘടനയിൽ ഇത് എഴുതി. ശരി ബാബു, ഇവിടെ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തുവല്ലോ. അത് ഹിന്ദു ഐക്യവേദി എന്തുകൊണ്ട് കണ്ടില്ല എന്ന് നടിക്കുന്നു. NIA അന്വേഷണം തന്നെ വേണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെടുന്നു. രാഹുൽ പറഞ്ഞ ചില കാര്യങ്ങള് സെൽഫ് കോൺട്രഡിക്ഷൻ ആണ്. ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ രാഹുൽ നേരത്തെ പറയുണ്ടായി, ഒന്ന് കറക്ഷനും കൂടി ഉണ്ട് ആ ഭാഗത്ത്. അദ്ദേഹം പറഞ്ഞു മറ്റേ നമ്മുടെ MF ഹുസൈന്റെ ചിത്രം എന്നാ വരച്ചത് ഓർമ്മയുണ്ടോ? 78കളിൽ വരച്ച ചിത്രമാണ്. 78കളിൽ MF ഹുസൈന്റെ ആ ചിത്രം വരച്ചത് 78കളിലാണ്. അന്ന് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. എപ്പോഴാണ് പ്രശ്നം വന്നത്? 90കളിലാണ് എന്റെ പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ 90കളുടെ അവസാനം.
എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഒരു 10-20 വർഷക്കാലത്തേക്ക് എം.എഫ്. ഹുസൈന്റെ ചിത്രങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്നത്? അതിന്റെ കാരണം എന്താ? ഹിന്ദുക്കൾ ഇതിനെയൊക്കെ മൈൻഡ് ചെയ്തിട്ടില്ല, അതായിരുന്നു കാരണം. നമ്മൾ പറയാറുണ്ട്, നിർമാല്യം സിനിമ ഇറങ്ങിയ സമയത്ത് വളരെ സുഖമായിട്ട് കളിച്ചു, ഹിന്ദുക്കൾക്ക് അതൊരു വിഷയമായിരുന്നില്ല. പക്ഷേ വളരെ സെലക്റ്റീവായി ചില മതങ്ങൾ അവരുടെ മതവിശ്വാസം വ്രണപ്പെടുന്നു എന്നതിന്റെ പേരിൽ കാണിച്ച ചില റിയാക്ഷൻസ്, അത് സെലക്റ്റീവ് ആവുകയും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരോടൊപ്പം നിൽക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും ഹിന്ദു സമൂഹത്തിൽ ഒരു ചിന്തയുണ്ടായി. അവിടെ നേരത്തെ ആരിഫ് പറഞ്ഞില്ലേ, അതായത് വൺ സൈഡഡ് ആയിട്ടുള്ള ഈ വ്രണം പൊട്ടൽ അത് ഹിന്ദു സമൂഹത്തെ ചിന്തിപ്പിച്ചു. അതുകൊണ്ടാണ് രാഹുലിന് ഓർമ്മയുണ്ടല്ലോ, ഈ പറയുന്ന ചിത്രങ്ങൾക്ക് എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. നിർമാല്യം സിനിമ ഇനി രണ്ടാമത് കളിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞു, രാഹുൽ പറയുണ്ടായി 95% മുസ്ലിം സഹോദരങ്ങളും ഇതിനോട് എതിർത്തു. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന ഒരാളല്ല, പക്ഷെ സംസാരിച്ചത് ഞാനടക്കമുള്ള ആളുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിനെ ശ്രമിക്കുന്നത് എന്നുള്ള ധ്വനിയിൽ രാഹുൽ സംസാരിച്ചപ്പോഴാണ് ഞാൻ അതിനെ എതിർത്തത്. ആ ഒരു ആശയം ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇത് ഒരൊറ്റപ്പെട്ട സംഭവമാണെങ്കിൽ നമുക്ക് അതിനെ തള്ളിക്കളയാമായിരുന്നു. മറിച്ച് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഇതേ പാറ്റേണിൽ, ഒരേ പാറ്റേണിൽ ഈ തരത്തിലുള്ള പരസ്യങ്ങൾ ഉണ്ടായി. അതിന്റെ പിന്നിൽ അപ്പോൾ ഒരു ആസൂത്രണം ഇല്ല എന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? ഒന്നാമത്തെ കാര്യം. 2, കേരളത്തിൽ ഈ പറയുന്ന ഇത്തരം സംഭവങ്ങൾ നേരത്തെ ഷാബു പ്രസാദ് ചൂണ്ടിക്കാണിച്ച ഒരു സംഭവമുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടി വിഷുക്കണി വെച്ചതോ അല്ലെങ്കിൽ വിഷുവിന് കൈനീട്ടം കൊടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് അവരിറക്കിയ ആ ഇട്ട പോസ്റ്റിന് താഴെ വന്ന് രാഹുൽ പറയുന്ന പോലെയൊന്നുമല്ല, 100 കണക്കിന് ഐഡികളിൽ നിന്ന് വന്ന് മുസ്ലിം ഐഡികളിൽ നിന്ന് വന്ന് അവർക്കെതിരെ രോഷപ്രകടനങ്ങൾ ഉണ്ടായി. അവിടെ മാത്രമാണ്. തിരുവനന്തപുരത്ത് പൊങ്കാലയിട്ട ഒരു മുസ്ലിം ലേഡി, ആ പൊങ്കാലയിട്ട ലേഡിക്ക് ഒടുവിൽ എന്താ അനുഭവിക്കേണ്ടി വന്നത്? എത്ര വലിയ ആക്രമണമാണ് അവർ നേരിട്ടത്? ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലുണ്ടായതാ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇവിടെ നമുക്കറിയാം, മലപ്പുറത്ത് ഒരു സ്കൂളില് കഴിഞ്ഞ സ്കൂൾ വാർഷികോത്സവത്തില് ഒരു നാടകം അവതരിപ്പിച്ചു. ആ നാടകം എന്തായിരുന്നു? രാമായണത്തിലെ സ്ത്രീകളെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു നാടകം. എന്തുകൊണ്ടാണ് ഇത്തരം നാടകം വരുന്നത്? ആരാണ്, ഏത് സാംസ്കാരിക നായകരാണ്, ഏത് മുസ്ലിം സംഘടനകളാണ് അതിനോട് പ്രതികരിച്ചത്? ഇപ്പൊ ഈ സംഭവം ഉണ്ടായി. രാഹുൽ പറഞ്ഞു 95% മുസ്ലിങ്ങളും എതിർത്തു. ഞാൻ കണ്ടില്ല ഒരു മുസ്ലിം സംഘടനയുടെയും പ്രതികരണം. ഞാൻ കണ്ടില്ല ഒരു മുസ്ലിം മത നേതാക്കന്മാരുടെയും പ്രതികരണം. അറിയപ്പെടുന്ന മുസ്ലിം ആരെങ്കിലുമൊക്കെ യൂട്യൂബിൽ ഇട്ടുണ്ടാവുമായിരിക്കും. ഞാൻ പറയുന്നത് അറിയപ്പെടുന്ന ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സംഘടനകൾ ഇത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന സ്വഭാവം മുസ്ലിം സംഘടനകൾ നടത്തിയതായിട്ട് അല്ലെങ്കിൽ ഒരു അനുഭവം എന്റെ മുമ്പിൽ ഇല്ല. നടത്തിയിട്ടില്ല. വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളും അത് നടത്തിയിട്ടില്ല. അത് നടത്തിയിട്ടില്ല. എന്തിന്? ഞാൻ പറയുന്നത്, ഇപ്പൊ രാഹുൽ ഈ കാപട്യം തുറന്നു കാണിക്കുമ്പോൾ അതിനെ മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ നോക്കൂ, ഇവിടെ പഹൽഗാമിലെ സംഭവം ഉണ്ടായി. പഹൽഗാമിലെ സംഭവത്തിന് എതിരായിട്ട് കേരളത്തിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ പരസ്യമായി ഒരു മെഴുകുതിരി പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഐക്യദാർഢ്യമോ അത്തരത്തിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ നടത്തിയതായിട്ട് നമ്മൾ കണ്ടോ? 2 വരി പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നു. പ്രസ്താവന ഉണ്ട് ഞാൻ. എന്നാൽ ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി, ഗാസയിലെ ആളുകൾക്ക് വേണ്ടി നടത്തുന്ന ഐക്യദാർഢ്യം പോലെ സ്വന്തം നാട്ടിലെ പഹൽഗാമിലെ ആളുകൾക്ക് വേണ്ടി ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിട്ട് നമ്മൾ കണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് കേവലം ആകസ്മികമായ കാര്യമല്ല, ആസൂത്രിതമായ ഒരു അജണ്ട അതിന്റെ പിന്നിലുണ്ട്. അപ്പോ ഇതിനെയൊക്കെ നമുക്ക് മതസൗഹാർദ്ദത്തിന്റെ അല്ലെങ്കിൽ മതേതരത്വത്തിന്റെ മേലങ്കി അണിയിച്ച് വെള്ളപൂശി എടുക്കാൻ ശ്രമിക്കുന്നത് തീവ്രവാദികളെ മാത്രമേ സഹായിക്കൂ, മത തീവ്രവാദികളെ മാത്രമേ സഹായിക്കൂ. അപ്പൊ അതുകൊണ്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയാൻ തയ്യാറാവണം. അത് അങ്ങനെ ഈ രാഹുൽ അങ്ങനെ ഒരു വെള്ളപൂശൽ നടത്തുന്നുണ്ട് എന്നാണോ ബാബു പറയുന്നത്? രാഹുലിന്റെ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? രാഹുൽ പറയുന്നത് എന്താ? രാഹുൽ പറഞ്ഞത് ഇതിനെ മാപ്പ് പറഞ്ഞതോടുകൂടി അവസാനിപ്പിക്കണം എന്നാണ്. അതേ രാഹുൽ തന്നെ പറയുകയാണ്, നമ്മള് ദേശീയ പതാക കത്തിക്കുമ്പോൾ ആ കത്തിച്ച ആളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നത് ദേശീയ പതാകയുടെ സംരക്ഷണം മാത്രമല്ല, അത് വലിയൊരു മെസ്സേജാണ് അതിലൂടെ പോകുന്നത്. വലിയൊരു മെസ്സേജ്. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. വലിയൊരു മെസ്സേജ് പോണം. എങ്ങനെ? ഇത്തരം ആളുകൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ ആരാണ്? അല്ല ബാബു ഇവിടെ അല്ലല്ല, ഇത് ആരൊക്കെയാണെന്ന് പോലീസ് ഉടനടി അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മിണ്ടാതിരുന്നിട്ടില്ല അവിടെ. അല്ല, വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ ശ്രീ ആർ വി ബാബു പറഞ്ഞ പോലെ
ഈ ഒരു ഇവരുദ്ദേശിച്ച മെസ്സേജ് സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി പോലീസ് അറസ്റ്റ് ചെയ്തു, മാപ്പ് പറഞ്ഞു, ഇനിയും അത് നടക്കില്ലെന്നേ. അത് പോയി കഴിഞ്ഞു, ഡാമേജ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇനി എന്ത് മാപ്പ് പറഞ്ഞിട്ട കാര്യം? അതാണ് ഉദ്ദേശിക്കുന്നതും. കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതൊക്കെ മറക്കുമല്ലോ രാഹുൽ. പക്ഷേ അതൊരു ആസൂത്രിതമായ നീക്കമെന്ന് താങ്കൾ ഇപ്പോഴും ശ്രീ ആർ വി ബാബുവിന് രണ്ട് മറുപടികളാണ്. ഒന്ന്, യഥാർത്ഥത്തിൽ ലെഫ്റ്റ് ലിബറൽ പൊസിഷനിൽ നിന്നാണ് നമ്മൾ ഈ നിലപാടെടുക്കുന്നതെങ്കിൽ നാളെ ക്രിസ്ത്യാനിയും മുസ്ലിമും ഇത് അവരെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കളുടെ ദേവീ ദേവന്മാരെ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയേണ്ടി വരൂലേ? അതായത് രാഹുൽ ഒറ്റ ചോദ്യം, കുട്ടിക്കൃഷ്ണമാരാര് നടത്തിയ പോലെ കഥാപാത്രങ്ങൾ, അതായത് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ ഇത്രയും ആക്ഷേപിച്ച മറ്റാരെങ്കിലും ഉണ്ടോ? ഇടത് കമ്മ്യൂണിസ്റ്റ് ബൗദ്ധിക കാലത്തിലേക്ക് ഞാൻ പറയുന്നത് ഇത്തരം ആക്ഷേപങ്ങളെ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള സമീപനം കേരളത്തിലെ രാഹുൽ സെലക്റ്റീവ് ആവുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. പക്ഷെ രാഹുൽ സമ്മതിക്കുന്നില്ല എന്നേ ഉള്ളൂ. സെലക്റ്റീവ് ആവുകയാണ് രാഹുൽ. അല്ല, നേരെ തിരിച്ചാണ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും സംരക്ഷണം കൊടുക്കണമെന്നാണ്. ശ്രീ ആരിഫ് പറയുന്നത് ആർക്കും സംരക്ഷണം കൊടുക്കേണ്ടെന്നാണ്. ശ്രീ ആർ വി ബാബു പറയുന്നത് പണ്ട് ഹിന്ദുക്കൾ അങ്ങനെ ആയിരുന്നില്ല, ഇന്ന് അങ്ങനെ മാറിയത് മുസ്ലിങ്ങളുടെയും മറ്റു റിയാക്ഷൻ കണ്ടിട്ടാണെന്നാണ്. നമുക്ക് എന്തുകൊണ്ടൊരു നിലപാടെടുത്തുകൂടാ? എല്ലാ മതങ്ങളെയും, ബൈബിളിനെയും ഖുറാനെയും ഗീതയും ഒരേപോലെ ആദരിക്കണം, എല്ലാ സമൂഹങ്ങളെയും ആദരിക്കണം, ആരെയും വിഷമിപ്പിക്കണ്ട. ഈ ഒരു നമ്മുടെ മുമ്പിൽ കാണുന്ന റിയാലിറ്റിയോടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. താത്വിക അവിടെ നിൽക്കട്ടെ, ഇവിടെ റിയാലിറ്റി ഉണ്ട് നമ്മുടെ മുമ്പിൽ, യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളോട് യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് സമീപിക്കേണ്ടത്. ഇന്ത്യ BJP-യിൽ നിന്ന് വന്ന നല്ല സ്വയം സേവകനായ RSSന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള മോദിജി അടക്കം നൂപുർ ശർമ്മ വിഷയത്തിൽ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെ എതിർപ്പ് മറികടന്നു പോലും ഇന്നുപോലും നൂപുർ ശർമ്മയെ തിരിച്ചു കൊണ്ടുവരാത്തത് ആ മതസൗഹാർദ്ദത്തിന്റെ നിലപാടെടുക്കുന്നുണ്ടല്ലേ? ഇവിടെ യഥാർത്ഥത്തിൽ ക്ലാഷ് രണ്ടുപേരും തമ്മിലേ ഉള്ളൂ. ശ്രീ ആരിഫിന്റെ ലിബറൽ പൊസിഷൻ, ഞാൻ എടുക്കുന്ന കൺസർവേറ്റീവ് പൊസിഷൻ. ഈ കൺസർവേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം. ഇരട്ടത്താപ്പില്ല, ഒറ്റ നിലപാടാണ് ഇവിടെ. ആരിഫ് എടുത്തത് കൃത്യമായ നിലപാടാണ്. ആരിഫ് ഈ പോസ്റ്റർ ശരിയാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ആരിഫ് പറയുന്നത് ഈ സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണമെന്നാണ്. അതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. ആരിഫ് സത്യസന്ധമായിട്ട് തന്നെയാണ് പറഞ്ഞത്. രാഹുലിന്റെ കാര്യത്തിൽ എന്താണ് സത്യസന്ധത ഇല്ലായ്മ? ഇത് തന്നെ ഒരേപോലുള്ള സമാന വിഷയങ്ങളോട് ഈ രാഹുൽ ഈശ്വർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇവിടെ കാണിച്ചു. അതായത് ഇവിടെ ഒരു മുസ്ലിം ലേഡി പൂത്തിരി കത്തിച്ച പോസ്റ്റിന്റെ താഴെ വന്ന വൃത്തികെട്ട കമന്റുകളോട് ഈ രാഹുൽ ഈശ്വർ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ഇതാണ് കപടത എന്ന് പറയുന്നത്, ഇതാണ് കള്ളത്തരം എന്ന് പറയുന്നത്. അല്ല ശ്രീ മഞ്ജുഷേ, എല്ലാവരുടെയും അവസരത്തിൽ ആർക്കെങ്കിലും കയറി സംസാരിക്കാൻ അവസരം കൊടുക്കരുത്. നാവ് ശരിയല്ലെങ്കിൽ കേൾക്കേണ്ടി വരും രാഹുലെ. മഞ്ജുഷ, ഞാൻ തിരിച്ചു പറഞ്ഞു തുടങ്ങിയാൽ താങ്കൾ സംസാരിക്കില്ല സാറേ, അതുകൊണ്ട് അങ്ങനെ പറയല്ലേ, മര്യാദ അങ്ങോട്ടും ഇങ്ങോട്ടും. ശ്രീ മഞ്ജുഷ മനസ്സിലാക്കേണ്ടത് MF ഹുസൈന്റെ വിഷയം വന്നപ്പോ അത് കയ്യിലെടുത്ത് അല്ലെങ്കിൽ മുന്നിലെടുത്ത് ക്യാമ്പയിൻ ചെയ്തത് ഞാനാണ്. ഞങ്ങളുടെ ടീമാണ് കേരള ഹൈക്കോടതിയിൽ പോയി MF ഹുസൈന്റെ അവാർഡ് ക്യാൻസൽ ആക്കിയത്. അതായത് ഞാൻ സെലക്റ്റീവ് അല്ലെന്ന് മാത്രമല്ല, എല്ലാ മതസമൂഹങ്ങൾക്കും, ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും അത് കൊടുക്കണം. ആ നിലപാടല്ലേ മോദിജി പോലും എടുക്കുന്നത് നൂപുർ ശർമ്മ വിഷയത്തിൽ. ഇന്ന് ശ്രീ ആരിഫ് കറക്റ്റ് ആയിട്ടാണ് ലിബറൽ പൊസിഷൻ സ്റ്റേറ്റ് ചെയ്തത്. അതായത് നൂപുർ ശർമ്മയും ഈ വിഷയം ഒരേപോലെ എടുത്ത് രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഞങ്ങൾ പറയുന്ന തിരിച്ചാണ്, രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം വേണ്ട, ഉത്തരവാദിത്തം ഉണ്ടാകണം. അതായിക്കോട്ടെ, അതായിക്കോട്ടെ എന്നല്ല, അതാണ് അപകടം. കാരണം എന്താണ്? ഈ രണ്ട് നിലപാടുകൾ തമ്മിലുള്ള അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. രാഹുൽ ഒന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ആരിഫ് പറയുന്നു അല്ലല്ലേ, മതനിന്ദക്കെതിരെ നിലപാടെടുക്കണം. രാഹുൽ പറയുന്ന അദ്ദേഹം രണ്ടു വശത്തു നിന്നും ചിന്തിച്ച് ആ നിലപാട് തന്നെ എടുക്കുന്നു. പക്ഷെ താങ്കൾ ഒറ്റയടിക്ക് മതനിന്ദയാകാമെന്ന് പറയുന്നു. ഇതാണ് ക്ലാസ് എന്നാണ് രാഹുൽ പറയുന്നത്. എനിക്കതാണ് മനസ്സിലായത്. ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഞാൻ മതനിന്ദയ്ക്ക് എതിരാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? അതായത് നമ്മളിവിടെ ഫൈറ്റ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. താങ്കൾ പറയുന്നത് മതനിന്ദ ആകാം, യെസ്, മതനിന്ദ നിയമത്തിനെതിരെ. ഓക്കെ, അതായത് മതനിന്ദ ആകണം, മതനിന്ദ നിയമങ്ങൾ എടുത്ത് കളയണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഈ ഇസ്ലാമൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. അത് ലോകത്ത് എല്ലായിടത്തും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഈ പറയുന്ന ജിഹാദിസം കടന്നു വരുന്നു എന്ന് പറയുന്നത്. അതിനെ തടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മതനിന്ദ നിയമങ്ങൾ ഇല്ലായ്മ ചെയ്യണം. ഇതാണ് അതിന്റെ ബിഗർ പിക്ചർ, ഇതിന്റെ ബിഗർ ക്യാൻവാസിലുള്ള വിഷയം അതാണ്. ഇവിടെ രാഹുൽ എടുക്കുന്ന പൊസിഷന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർ വി ബാബു അല്ലെങ്കിൽ ഷാബു ഒക്കെ പറയുന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലാവുന്നു. അവർ വിശ്വാസികളുടെ പക്ഷത്ത് നിന്നിട്ട് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നത്
രാഹുലും വിശ്വാസിയാണ്. അതെ, രാഹുൽ ഈശ്വർ വിശ്വാസിയായിരിക്കെ ഈ പറയുന്ന സംഗതി സത്യത്തിൽ ആർക്കാണ് അനുകൂലം? അത് ജിഹാദികൾക്കാണ് അനുകൂലം. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞുതരാം രാഹുലെ പറഞ്ഞുതരാം. രാഹുൽ കേൾക്കൂ. പ്രശ്നം എന്ന് പറഞ്ഞാൽ രാഹുലിനെ സ്ഥിരമായിട്ട് ജിഹാദികളുടെ പക്ഷക്കാരൻ എന്ന രീതിയിൽ ഒരു ഇമേജ് ഉണ്ടാക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. അങ്ങനെ ഒരു രാഹുൽ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ആർ വി ബാബുവാണ് ഷാബുവാണിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾക്കിത് പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത് വൺ സൈഡഡ് ആയിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഞങ്ങൾ പ്രതികരിക്കാൻ നിർബന്ധിതരാകുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ആ വൺ സൈഡഡ് ആയിട്ടുള്ള പ്രതികരണമല്ല. ഈ പറയുന്ന രണ്ട് പക്ഷത്തും അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരിത് മൈൻഡ് ചെയ്യില്ല. ഇതൊക്കെ കാലങ്ങളായിട്ട് ഇവിടെ നടന്നിരുന്നു. മീശമാധവൻ ഇന്ന് ഇറങ്ങില്ലായിരുന്നു, അല്ലെങ്കിൽ നിർമാല്യം ഇന്ന് ഇവിടെ ഇറങ്ങില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ പണ്ടത് ഇറങ്ങിയിട്ടുണ്ട്. MF ഹുസൈൻ ഇവിടെ ചിത്രം വരച്ച് വർഷങ്ങളോളം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് എടുക്കാവുന്ന പൊസിഷനാണ്. കാരണം എന്താണ്? അവർക്ക് കുരു പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അത് പൊട്ടുന്നതിന്റെ കാരണം എന്താ? ഈ വൺ സൈഡഡ് പ്രതികരണം കാണുമ്പോഴാണ്. കാരണം മതനിന്ദാ നിയമം ഇവിടെ ഉണ്ടെങ്കിൽ അത് ഈക്വലി അപ്ലൈ ചെയ്യണം. നിങ്ങൾ അതല്ല ഇവിടെ നടക്കുന്നത്. അത് മുസ്ലിം പക്ഷത്തുള്ള ആളുകൾക്ക് മാത്രം വെപ്പണൈസ് ചെയ്യാനുള്ള അവസരമാക്കി വെക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള അപ്പുറം ഇപ്പുറം ഇല്ലാത്ത ആളുകൾ മുന്നിട്ട് ഇത് പറയുമ്പോൾ കേൾക്കൂ രാഹുൽ ഈശ്വർ കേൾക്കൂ. രാഹുൽ ഈശ്വറിന്റെ ഇരട്ടത്താപ്പ് ഞാൻ ഇവിടെ കാണിച്ചു തരാണ്. അപ്പോ ഇതേപോലെ അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലാത്ത രീതിയിൽ ഇതിനെ ഈ രീതിയിൽ പറഞ്ഞു വെക്കുമ്പോൾ ഇത് വളമാകുന്ന ആർക്കാണ്? ഈ മതനിന്ദാ നിയമത്തെ വെപ്പണൈസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് വളമാകുന്നത്. അവർ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്നത് എന്താണ്? ഈ പറയുന്ന രീതിയിലുള്ള ഇസ്ലാമൈസേഷൻ എളുപ്പമാക്കുക അവർ ചെയ്യുന്നത്. ആ സാധനത്തിന് ഇവിടെ വളമാകുന്നു. കാരണം നിങ്ങൾ ഈ പറയുന്ന നിയമം ഇപ്പൊ രാഹുൽ ഈശ്വർ ഇത് പറയുമ്പോൾ ഇതിന്റെ ചരിത്രവും ഇതുപോലെ കുറെ ഗാന്ധിജീനെ തെറി വിളിച്ചാലൊക്കെ ഇതങ്ങ് മാറുന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും മാറില്ല. ഇതിന്റെ ചരിത്രം എന്താ? ഈ പറയുന്ന ഈ മതനിന്ദാ നിയമം ഇന്ത്യയിൽ വന്നത് അള്ളാഹുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ ഇവിടെ ഒരു ശിവനെയോ കൃഷ്ണനെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പറയുന്ന മതനിന്ദാ നിയമം ഇവിടെ ആദ്യം കണ്ടുപിടിച്ചത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഈ മതനിന്ദാ നിയമം വേണമെന്നും അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും രക്ഷിക്കണമെന്നും പറയുമ്പോൾ ഇത് സനാതന ധർമ്മത്തിന് പോലും ഇല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. ആ സാധനമാണ് വേണമെന്ന് ഈ രാഹുൽ ഈശ്വർ പറയുമ്പോൾ സത്യത്തിൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാ? അത് ജിഹാദികളുടെ ശബ്ദമാണ്. അത് എന്റെയും ചേട്ടന്റെ ശബ്ദം ഒരേപോലെയാണെന്നുള്ള തോന്നൽ അവിടെ ഉണ്ടാക്കുന്നു. രാഹുൽ ഈശ്വർ ഒരു ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ആ പണി നിർത്തുക. ഇതൊക്കെ നമ്മൾ കുറെ ആയി കാണുന്നു രാഹുലെ. ഈ പണിയൊക്കെ നമ്മൾ കുറെ ആയി കാണുന്നു. ആ പണി നിർത്തുക. എന്നിട്ട് ഇനി മതനിന്ദാ നിയമത്തിനെതിരെ പറയാൻ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആർ വി ബാബുവിനും ഷാബുവിന് പോലും മതനിന്ദക്കെതിരെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ പുരോഗമനം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചെയ്യുന്നത് ജിഹാദിത്തരമാണ്. നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ജിഹാദി കൂട്ടിക്കൊടുപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. വളരെ ഗുരുതരമായ ആരോപണമാണ് താങ്കൾക്കെതിരെ. മോശം പൊതുജായ വീണ്ടും അത് കൂട്ടിക്കൊടുപ്പ് തന്നെയാണ്. അത് കൂട്ടിക്കൊടുപ്പ് തന്നെയാണ്. അതും കൂട്ടിക്കൊടുപ്പാണ്. രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നതും കൂട്ടിക്കൊടുപ്പാണ്. രണ്ടും കൂട്ടിക്കൊടുപ്പാണ്. ഓക്കെ, രണ്ടും കൂട്ടിക്കൊടുപ്പാണ്. രണ്ടും കൂട്ടിക്കൊടുപ്പാണ്. രാഹുൽ ചെയ്യുന്നതും കൂട്ടിക്കൊടുപ്പാണ്, ഗോഡ്സെ ചെയ്തതും കൂട്ടിക്കൊടുപ്പാണ്. ഒരു സംശയമല്ല. ഓക്കെ, ഒന്ന് ഹിന്ദുത്വ കൂട്ടിക്കൊടുപ്പാണെങ്കിൽ ഇവിടെ രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിഹാദി കൂട്ടിക്കൊടുപ്പാണ്. അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, ജിഹാദി കൂട്ടിക്കൊടുപ്പാണ് രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരാമർശങ്ങൾ നിർത്തുക. രാഹുൽ പറയട്ടെ. ഇനി മഞ്ജുഷ് തിരിച്ചുള്ള മറുപടി. ആരിഫ് ഇങ്ങോട്ട് ആക്രമണം സംസാരിച്ചാൽ ഇരട്ടി ആക്രമണം സംസാരിക്കാൻ എനിക്കറിയാം. പക്ഷെ ആരിഫ് പറഞ്ഞാൽ ഒരു പോയിന്റ് ഉണ്ട്. ആരിഫ് പറഞ്ഞാലേ പോയിന്റ് ആരിഫിന്റെ ലിബറൽ പൊസിഷനാണ്. കൺസർവേറ്റീവ് പൊസിഷൻ മറ്റൊന്നുണ്ട്. ആ കൺസർവേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ ഹിന്ദുക്കൾക്ക് മതവികാരമില്ലേ? ഹിന്ദുക്കൾക്ക് ഈശ്വര വിശ്വാസമില്ലേ? നാളെ അയ്യപ്പനെയോ ഉണ്ടെന്നും അത് പൊട്ടാനുള്ള അവകാശം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കുരു ഉണ്ടെന്നും ആ കുരു പൊട്ടി ഒലിച്ച് പഴുക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് രാഹുലെ. ഇത് സെൻസിറ്റിവിറ്റിയാണ്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കുരു ഉണ്ടെങ്കിൽ അത് പൊട്ടാനുള്ള അവകാശം, അത് പഴുക്കാനുള്ള അവകാശം, അതിൽ പുഴു വരിക്കാനുള്ള അവകാശവും അത് മുസ്ലിമിന് മാത്രമല്ല, അത് ഹിന്ദുവിന് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പുറകിലിരിക്കുന്ന ഇന്ത്യൻ പതാക ആരിഫിന്റെ ആരെങ്കിലും കത്തിച്ച ആരിഫിന് ദേഷ്യം വരില്ലേ? അത് ആരിഫിന് കുരു പൊട്ടുന്നതാണോ? ആരിഫ് എന്ന ഇന്ത്യക്കാരന് തോന്നുന്ന ഇന്ത്യയോടുള്ള സ്നേഹമല്ലേ? നമ്മുടെ ഭരണഘടനയെങ്കിലും കത്തിച്ചാൽ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുമോ? എന്റെ പൊന്ന് രാഹുൽ, ഇവിടെ മനുസ്മൃതി കത്തിച്ചിട്ടും ഇവിടെ ഗീത കത്തിച്ചിട്ടും ഗുരുപൊട്ടാത്ത ഹിന്ദു ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് മനസ്സിലാക്കൂ. എല്ലാ വർഷവും മനുസ്മൃതി ദഹൻ ദിവസ് ആചരിക്കുന്ന ഒരു രാജ്യത്തിരുന്നിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഒരു ഖുർആൻ കത്തിക്കാൻ ഒരാൾക്കും പറ്റില്ല. അത് മാത്രം പേടിയാണ്. അംബേദ്കറെ ഏറ്റവും വലിയ മഹാനായിട്ട് കൊണ്ടു നടക്കുന്ന സംഘപരിവാറുള്ള നാടാണിത്. മനുസ്മൃതി കത്തിച്ച സംഘപരിവാറിനെ ആരാധിക്കുന്ന സംഘപരിവാറുള്ള നാടാണിത്. അതുകൊണ്ട് ലിബറലിസം എന്താണ് കൂടുതൽ ഉണ്ടാക്കാൻ വരേണ്ട രാഹുലെ?
രാഹുൽ ഈശ്വറിന്റെ കപട മുഖം ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ഈ ജിഹാദി കൂട്ടിക്കൊടുപ്പിനെങ്കിലും നിർത്തൂ. ഓക്കെ, വിഷയങ്ങളെ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ക്ലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയാനെങ്കിലും ശ്രമിക്കുക. ഈ ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യം പറയുന്നത് നിർത്തുക, അതാ വേണ്ടത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ തർക്കം അവസാനിപ്പിക്കും. എന്താണ് ബാബു? രാഹുലിനോട് ഒരു ചോദ്യം കൂടി. അതെ, ഒരു ബാബുവിന്റെ ഒരു ചോദ്യം കൂടി ഉണ്ട്. അങ്ങനെ 1 മിനിറ്റ് എടുത്തോളൂ താങ്കൾ. ബാബു എന്താണ്? എന്നിട്ട് രാഹുലിനെ തടസ്സപ്പെടുത്തരുത് ആരും. ബാബു, രാഹുൽ ബാബുവിന്റെ ചോദ്യം കൂടി ഉണ്ട്, ബാബുവിന്റെ ഒരു സംശയം കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് രാഹുലിന് പറയാം. സമയമുണ്ട്. ഒരു മതവിശ്വാസത്തെയും ആരും പാടില്ല. അങ്ങനെ ധ്വംസിക്കുന്ന ആളുകളെ എന്ന് രാഹുൽ പറയുന്നു. ഇതേ കാര്യം തന്നെ ഇവിടെ എന്തുകൊണ്ടാണ് രാഹുൽ ആപ്ലിക്കബിൾ ആകാത്തത്? ശരി ബാബു, രാഹുൽ പറഞ്ഞോളൂ. ഇവിടെ എന്തുകൊണ്ടാണ് മുസ്ലിം ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായപ്പോൾ രാഹുൽ അവരെ ന്യായീകരിക്കുന്ന സമീപനമുണ്ടായത്? ശരി രാഹുൽ പറഞ്ഞോളൂ. ഇന്ത്യയുടെ കൊടി കത്തിച്ചാൽ നമ്മൾ അയാളെ ശിക്ഷിക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ കുരുപൊട്ടുന്നോണ്ടാണോ? അല്ല, ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടാണ്. ഭരണഘടനയെ ഒരാൾ കത്തിച്ചാൽ അതിനെ നമ്മൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഭരണഘടനയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ശ്രീ ആരിഫ് കള്ളം പറയാണ് ഗീത കത്തിച്ചു എന്ന്. മനുസ്മൃതി ഒരു ഹിന്ദുവിനും സേക്രഡ് ഗ്രന്ഥമല്ല, സ്മൃതികളല്ല, നമ്മൾ ശ്രുതികളെ. അത് നമുക്ക് അംബേദ്കറെ വിളിച്ച് പറയാം. അംബേദ്കറിന്റെ നമ്പർ തന്നെ മതി, നമുക്ക് വിളിച്ച് പറയാം. കത്തിക്കേണ്ടിയിരുന്നത് മനുസ്മൃതി അല്ല, അത് ഗീതയായിരുന്നു എന്ന് നമുക്ക് വിളിച്ച് പറയാം. എന്റെ രാഹുൽ ഈശ്വർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? രാഹുൽ ഈശ്വർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ പരിപ്പൊന്നും ഇവിടെ വേവില്ല. എന്താണെന്നോ, മനഃപൂർവ്വം പാവപ്പെട്ട ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ മനുസ്മൃതി ഇതുമായിട്ട് കൂട്ടിക്കെട്ടുകയാണ്. ഗീതയും ഖുറാനും ബൈബിളും ആദ്യമായിട്ട് കൂട്ടിക്കെട്ടിയത് ഞാനല്ല, അംബേദ്കറാണ്. അപ്പൊ അംബേദ്കർ തെറ്റെന്നാണോ പറയുന്നത്? ശരി, നമ്മൾ ആ വിഷയത്തിലേക്ക് പോകേണ്ട. ഇപ്പോൾ എന്തായാലും രാഹുലിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ വിഷു പോസ്റ്ററിൽ കുഴപ്പമില്ല, മാപ്പ് പറഞ്ഞോടുകൂടി എല്ലാം അവസാനിച്ചു. ആ രാഹുലിന്റെ നിലപാടുകൾ തെളിഞ്ഞു വരികയാണ് രാഹുൽ. എന്തുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ കയറി ഇടപെടുന്നതെന്നറിയാമോ? ഇവരുടെ വാദങ്ങൾ പൊള്ളയാണ്. ഒറ്റ വരി ഞാൻ തീർത്തോളാം. നമ്മളിവിടെ മിണ്ടാണ്ടിരിക്കുകയാണ്. രാഹുൽ ഈശ്വറാണ് കിടന്ന് ഇതേപോലെ ഒച്ചപ്പോൾ ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ കൊടി കത്തിച്ചാൽ നമ്മൾ പ്രതിഷേധിക്കുന്നത് നമ്മുടെ കുരു പൊട്ടുന്നതല്ല, ഇന്ത്യയോടുള്ള സ്നേഹമാണ്. ജയിലിൽ കിടക്കണം. അപ്പൊ മുഹമ്മദ് നബീന്റെ പേര് പറഞ്ഞാൽ കൈ വെട്ടുന്നത് അപ്പൊ ഓക്കെ ആണോ? ജയിലിൽ കിടക്കുന്നത് തെറ്റാണ്. കൈ വെട്ടുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണ്. കാര്യം അത് പക്ഷെ ഇന്നത്തെ ഇവിടുത്തെ മുസ്ലിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ. അവരിപ്പോഴും പറയുന്നത് അത് പ്രശ്നമാണ്, അത് വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞ് അതിനെ അനുകൂലിക്കുകയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈവെട്ടിയത് നന്നായി എന്നാണ് പറയുന്നത്. അല്ല, അത് ഏത് മുസ്ലിമാണ് അത് അനുകൂലിക്കാത്തത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാനും അതിനെ അനുകൂലിച്ചിരുന്ന ഒരു മുസ്ലിമായിരുന്നു. അല്ലല്ല, അതങ്ങനെയല്ല. അത് ഇസ്ലാമിന്റെ ഒരു പൊസിഷനാണ്. നിങ്ങൾ സ്വന്തം ഉമ്മയെക്കാളും ബാപ്പയെക്കാളും സ്നേഹിക്കേണ്ടതും ഈ മുഹമ്മദ് നബിയെ അള്ളാഹുവിനെയാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ചെറിയ കുട്ടികൾ പോലെ അങ്ങനെ വിശ്വസിക്കുന്നത്. ഏത് കൊച്ചു കുട്ടിയെയും വിളിച്ച് മുസ്ലിമിനെ വിളിച്ച് നിങ്ങൾ ചോദിക്കുക, അവർ അതേ പറയുള്ളൂ. സ്വന്തം വാപ്പാനേക്കാൾ ഉമ്മാനേക്കാൾ സ്നേഹിക്കേണ്ടതും ആ മുഹമ്മദ് നബിയാണെന്നേ പറയുള്ളൂ. അതുകൊണ്ട് അത് ഓരോ മുസ്ലിമിന്റെ പൊസിഷൻ അത് തന്നെയാണ്. നേരത്തെ ആമിബാബു പറഞ്ഞ കാര്യം, പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ വരുന്നുണ്ട്. അതാണ് ഈ വിഷുക്കണിയിൽ ചെരുപ്പ് വെച്ച സംഭവമൊക്കെ. ആ പരസ്യം ചെരുപ്പ് കടയുടെ പരസ്യത്തിൽ അങ്ങനെ വന്നു. ഇതിൽ നടപടികൾ, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ, ഇതിനപ്പുറം എന്ത് നടപടിയിലേക്ക് പോകാൻ പറ്റും? അല്ല, ഇത് ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിന് നടപടികളിലേക്കും അല്ലെങ്കിൽ ഒരു ശിക്ഷയിലേക്കോ ഇനി ഇങ്ങനെയുള്ള പ്രവണതകൾ ആവർത്തിക്കാതിരിക്കുന്ന രീതിയിലുള്ള കടുത്ത നിലപാടുകളിലേക്കോ പോകുക എന്ന് പറയുന്നത് അത് പരിമിതമാണ്. ഇതിപ്പം ഈ സംഭവം ഇതൊക്കെ വെറും ഐവാഷാണ്. ഈ തൽക്കാലം ഈ വിവാദം അങ്ങോട്ട് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു, ഇവരാരും ശിക്ഷിക്കപ്പെടാനും പോകുന്നില്ല. ഈ ഉത്തമ ബോധ്യം ഇതുണ്ടാക്കിയവർക്കറിയാം, ഇത് ചെയ്തവർക്കറിയാം. പക്ഷേ അവരുണ്ടാക്കിയ ഡാമേജ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഇത് ഇനിയും സംഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതാണ് അപകടം. നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇത് പറഞ്ഞില്ലേ, 10 ദിവസം കഴിഞ്ഞ് ഇന്ന് രാത്രി 8:30 പ്രധാനമന്ത്രി രാഷ്ട്രത്തിനെ അഭിസംബോധന ചെയ്യുകയാണ്. അതുമായിട്ടുണ്ടാകുന്ന ചർച്ചകളിൻ്റെ അകത്ത് ഈ സാധനം അങ്ങ് പോകും. ഇത് ചെയ്യുന്നവർക്കല്ല, ഇതൊരു ഹിറ്റ് ആൻഡ് റൺ പരിപാടിയാണ് മഞ്ജുഷേ. അങ്ങോട്ട് കൊളുത്തി വിടുക. കാര്യം ഇതുണ്ടാക്കിയവർ ചെറുപ്പക്കാരെ, ഇവർക്കറിയില്ലേ? ഇവർക്ക് ബോധമില്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ വെറും അപക്വമായ ആ ഒരു നിമിഷത്തെ ഒരു ഇതുകൊണ്ടാണോ ഇവരിത് ചെയ്തത് എന്ന് നമ്മൾ വിശ്വസിക്കണമെന്നാണോ ഈ പറയുന്നത്?
അങ്ങനെ കാര്യം ഇത് സമൂഹത്തിൽ ചർച്ചയാകും, ഇത് വലിയ പ്രശ്നമുണ്ടാകും എന്ന ആ പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു മാപ്പ് പറഞ്ഞ് തടി തപ്പാം. അപ്പോഴേക്ക് ഇതുണ്ടാക്കാവുന്ന എല്ലാ ഡാമേജും ഇതുണ്ടാക്കിയിട്ടുണ്ടാകും. ഇനി ഇതെന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കും. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകും, എന്നും ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാക്കുന്നു, ഇപ്പുറത്ത് പന്നിയുടെ തല വെച്ചോണ്ടും പന്നിയുടെ ഇതും വെച്ചോണ്ടുണ്ടാകും. ഇത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. ഇത് തന്നെയാണ് ഉദ്ദേശം. മാപ്പ് പറഞ്ഞു, പരിപാടി കഴിഞ്ഞു. പക്ഷേ ഈ സംഭവം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കും. അവിടെയാണ് ഇതിന്റെ ഗുരുതരമായ പ്രശ്നം ഇരിക്കുന്നത്. പക്ഷേ ശ്രീ ആർ വി ബാബു, മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ജോസഫ് മാഷിനെതിരെ അന്ന് മന്ത്രി MA ബേബി പോലും നിലപാട് എടുത്തതാണ്. പിന്നീട് അത് എവിടെ കലാശിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ആ മന്തിക്കടയുടെ ഉടമ അയാൾ പറയുന്നു, ഞാനിത് അറിഞ്ഞിരുന്നില്ല, അതൊരു അബദ്ധം പറ്റി പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് പിൻവലിക്കുകയും ക്ഷമ പറയുകയും ചെയ്തു. പിന്നെ അതിനും അപ്പുറം അയാൾ എന്ത് ചെയ്യണം? മറ്റൊരു ജോസഫ് മാഷായിട്ട് അയാളെ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വരുന്നത് വളരെ അത്തരമൊരു പ്രവണതയിലേക്ക് പോകേണ്ട ആവശ്യമേ ഇല്ലല്ലോ. അല്ല, ഇത്തരം സംഭവങ്ങളോട് ഹൈന്ദവ സംഘടനകളുടെ പ്രതികരണം വളരെ ജനാധിപത്യപരമായ രീതിയിലായിരുന്നില്ലേ? വളരെ ജനാധിപത്യപരമായിരുന്നു. മാത്രമല്ല, ഇപ്പൊ പോലീസ് എന്താ ചെയ്തേ? പോലീസ് ആ ഹോട്ടൽ ഉടമയ്ക്കെതിരെ മാത്രമല്ല കേസെടുത്തത്, പ്രതിഷേധിച്ച ആൾക്കാർക്കെതിരെയും കേസെടുത്തു. അതാണ് സംഭവിച്ചേ. പ്രതികരിച്ചവർക്കെതിരെ കൂടി കേസെടുത്തിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ ഇത്തരം സംഭവങ്ങളോട് പ്രതികരിക്കാൻ പോലും പാടില്ല എന്ന നിലപാടാണ് പോലീസിനുള്ളത്. അതല്ലേ നമ്മൾ കണ്ടത്. ഇപ്പൊ ഇവിടെ നേരത്തെ രാഹുൽ ഈശ്വർ, ഞാൻ രാഹുൽ ഈശ്വറിനോട് ചോദിച്ചത്, ഈ ഇന്ത്യൻ ദേശീയ പതാക കത്തിക്കുന്നത് ഈ രാജ്യസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ എതിർക്കുന്നത് എന്നതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങളെ ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ ശക്തമായി നിയമനടപടികൾ സ്വീകരിക്കണം, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് കണ്ടെത്തണം എന്ന് പറയുന്നത് അത് സ്പർദ്ധയുണ്ടാക്കലാണ് എന്ന് രാഹുൽ ഈശ്വർ പറയുന്നത് എങ്ങനെയാണ്? അപ്പോ രാഹുൽ ഇവിടെ ഒരു നിലപാട് എടുത്തിരുന്നു, ഇതൊരു ആസൂത്രിതമായ കാര്യമല്ല എന്ന്. അവരെ ശിക്ഷിക്കണം. ഇതെന്താ പറയാത്ത രാഹുൽ ഈശ്വർ? അയ്യോ, കണ്ടെത്തി അവരെ ശിക്ഷിക്കണം, അവരെ ജയിലിലാക്കണം. എന്റെ ചേട്ടൻ അല്ലാതെ ആര് പറഞ്ഞു? ഇതേപോലെ എല്ലാ മതങ്ങളെയും അപമാനിക്കുന്നവർക്ക് നിയമത്തിന് ശിക്ഷ കൊടുക്കണം. അതല്ല ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. മാപ്പ് പറഞ്ഞില്ലേ? മാപ്പ് പറഞ്ഞില്ലേ? അതോടെ തീർക്കണം. അയാൾക്കെതിരെ നിയമ നടപടി എടുക്കണം. അതിനല്ലേ നമ്മുടെ രാഹുൽ പറഞ്ഞല്ലോ, മാപ്പ് പറഞ്ഞു. ഇനിയിപ്പോ അത് ആസൂത്രിതമല്ല. നമ്മുടെ വിഷയം എന്താണ്? ഈ വിഷയത്തിൽ തുടരന്വേഷണം വേണം. ഇതിന്റെ പിന്നിൽ കളിച്ചത് ആൾക്കാരൊക്കെയാണ്. ഇത് ഏകപക്ഷീയമായിട്ട് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിന്റെ ഒരേ പാറ്റേണിലുള്ള ഒരേ തരത്തിലുള്ള പരസ്യങ്ങളാണ് വന്നത്. അതുകൊണ്ട് ഇത് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ രാഹുൽ ഈശ്വറിന് എന്തിനാണ് പൊള്ളുന്നത്? രാഹുൽ ഈശ്വറിന് പൊള്ളുന്നത്? അയ്യോ ശ്രീ ആർ വി ബാബു, അങ്ങന്റെ പൊസിഷൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നേരെ തിരിച്ച് അങ്ങ് പറയുന്നത് തന്നെ വേണം. ഇനി രണ്ട് പ്രതിഷേധിച്ചവർക്ക് അത് അല്ല നടപടി എടുത്തത്. റംസാൻ വിഷിൻ ഇതേപോലെ ഒരു പന്നിയെ വെച്ച ഒരാള്, ഒരു രതീഷ് പണിക്കർ ഇത് രണ്ടും തെറ്റാണ്. ഇനി ആരെങ്കിലും പ്രതിഷേധിച്ചവർക്കെതിരെയും കേസെടുത്തു. അത് അറിയണല്ലോ, അറിഞ്ഞിട്ട് വേണമല്ലോ പറയാൻ. ചെക്ക് ചെയ്തപ്പോ പന്നിയുടെ തല വെച്ച് ഇതേപോലെ റംസാൻ വിഷു പറഞ്ഞ ഒരു വേറെ വിഷയം. കേസെടുത്തു. രണ്ടും തെറ്റാണ്. അങ്ങനെ നമുക്ക് പറഞ്ഞൂടെ? രണ്ടും തെറ്റാണെന്നൊക്കെ പറഞ്ഞൂടെ? ഇത് രണ്ടും തെറ്റല്ലേ? ഞാനേ രണ്ടും തെറ്റാവുന്നതേ ഞാൻ പറഞ്ഞ അത് നമ്മുടെ മുമ്പിലുള്ള വിഷയമാകുന്നത് എപ്പോഴാ? അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഒരു വിഷയം എടുത്തിട്ട് അതിനോടുള്ള റിയാക്ഷൻസിനെ ചൂണ്ടിക്കാണിച്ചിട്ടല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്. ആ വിഷയം എടുത്തത് എന്തിനാണ്? ആ വിഷയം ഉണ്ടാക്കിയതിന്റെ പിന്നിൽ എന്താണ്? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് ആസൂത്രിതമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിരന്തരം പല സന്ദർഭങ്ങളിലായിട്ട് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പൊ സ്വാഭാവിക ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞു നൂപുർ ശർമ്മയ്ക്കെതിരെ നടപടിയെടുത്തു. നൂപുർ ശർമ്മയ്ക്കെതിരെ നടപടിയെടുത്തു, ശരിയാണ്. കേസുണ്ടായി. അവർക്കെതിരെ അവരുടെ ആ കേസിൽ പകരം കനയ്യലാൽ എന്ന് പറയുന്ന ഒരാളെ കഴുത്തറുത്ത് കൊന്നു. ഇല്ലേ? ഇത്രയും സംഭവങ്ങളുണ്ടായി. എന്നാൽ നിങ്ങൾ ഈ പറയുന്ന ഒരൊറ്റ മുസ്ലിം സംഘടനകളും റഹ്മാനിക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞോ? റഹ്മാനിയുടെ ആ ചർച്ചയിൽ റഹ്മാനി ഉന്നയിച്ച വിഷയത്തിന്റെ പ്രതികരണമായിട്ടാണ് നൂപുർ ശർമ്മ ആ അഭിപ്രായം പറഞ്ഞത്. ആണല്ലോ. ഈ റഹ്മാനിക്കെതിരെ കേസെടുക്കണം, റഹ്മാനി ചെയ്ത് തെറ്റായി പോയി എന്ന് ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ പറഞ്ഞോ? മുസ്ലിം നേതാക്കന്മാർ പറഞ്ഞോ? കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞോ? കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറഞ്ഞോ? BJP നേതാക്കൾ പറഞ്ഞോ? രാഹുൽ ഈശ്വർ പറഞ്ഞോ? BJP നേതാക്കൾ പറഞ്ഞോ? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി
രാഹുൽ ഈശ്വർ പറഞ്ഞോ? ആഭ്യന്തരമന്ത്രി ഇപ്പോഴെങ്കിലും രാഹുൽ ഈശ്വർ പറയാൻ ധൈര്യമുണ്ടോ? ഇപ്പോൾ ഈ നിമിഷം ഇവിടെ വെച്ചെങ്കിലും അത് പറയാനുള്ള ധൈര്യം രാഹുൽ ഈശ്വറിനുണ്ടോ? സത്യസന്ധതയുണ്ടോ? ഇനി രണ്ട്, ഞാൻ കൃത്യമായി മറുപടി പറയാം. കാര്യം ആ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കേണ്ടിയിരുന്നായിരുന്നു. ടൈംസിന് പോലും നടന്ന ചർച്ചയാണ്. ശിവൻ ബി ജെ പിക്കാരെ എടുത്തോ? എന്താ ബി ജെ പിക്കാർക്ക് രാജസ്നേഹം കുറഞ്ഞു പോയോ? ഹിന്ദു സ്നേഹം കുറഞ്ഞു പോയോ? യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ നിലപാടാണ് കനയ്യലാലിന്റെ കൊലപാതകത്തിലേക്ക് ഇവരെ നയിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അറിയാമോ? അല്ല ചേട്ടാ, അങ്ങനെയല്ല. അന്ന് നുപൂർ ശർമ്മയെ തിന്നാനിട്ട് കൊടുത്തത് ബി ജെ പി ആണ്. അന്ന് നുപൂർ ശർമ്മയെ ഈ പറയുന്ന ജിഹാദികൾക്ക് തിന്നാനിട്ട് കൊടുത്തത് ബി ജെ പി തന്നെയാണ്. സ്വയം ചിന്തിക്കണം. ബി ജെ പി ആഭ്യന്തരമന്ത്രി, അതും അമിത്ഷായെ പോലൊരു വ്യക്തി, അമിത്ഷായെ പോലൊരു ശക്തനായ വ്യക്തി. എനിക്ക് നമുക്കറിയാലോ, നമ്മുടെ നിലപാടുകളൊക്കെ പരസ്പരം അറിഞ്ഞൂടെ? അമിത്ഷാജി എന്തുകൊണ്ടാണ് എന്നാൽ റഹ്മാനിക്കെതിരെ കേസെടുക്കാത്തത്? എന്താ നിലപാടെടുക്കാത്തത്? അമിത്ഷായെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. എനിക്ക് നരേന്ദ്രമോദിയെ ന്യായീകരിക്കേണ്ട കാരണം നൂപുർ ശർമ്മയെ പോലെ കഴിവുള്ള ഒരു കുട്ടി പറഞ്ഞു വന്നപ്പോ തെറ്റിപ്പോയി. ശരിക്കും തെറ്റിപ്പോയിട്ടില്ല, അത് തെറ്റിപ്പോയിട്ടില്ല. അതൊക്കെ രാഹുൽ ഈശ്വർ അത് നുണ പറയാണ്. നുപൂർ ശർമ്മ പറഞ്ഞ 100% ശരിയാണ്. മുഹമ്മദ് നബി 6 വയസ്സുകാരിയെ കല്യാണം കഴിച്ചതിനെ കുറിച്ച് ഞാൻ പറയേണ്ടി വരും, അല്ലെങ്കിൽ ആകാശത്തേക്ക് പറന്നു പോയതിനെ കുറിച്ച് ഞാൻ പറയേണ്ടി വരും എന്ന് പറഞ്ഞ് 2 മുസ്ലിങ്ങൾ പോലും വിശ്വസിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നുപൂർ ശർമ്മ പറഞ്ഞത് തെറ്റിയെന്നൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട. ആ മാതിരി എഴുന്നള്ളിപ്പൊന്നും വേണ്ട. നുപൂർ ശർമ്മ പറഞ്ഞത് 100% ശരിയായ കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി എന്തുകൊണ്ട് ബി ജെ പി ആ നിലപാടെടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്കും പോലും മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം എന്താ, ബി ജെ പിയുടെ അന്നത്തെ ഭയം എന്ന് പറയുന്നത് അവർ ഓൾറെഡി മുസ്ലിം വിരുദ്ധരാണ് എന്നുള്ള ഒരു ചാപ്പ ഇവിടെ ഉള്ളപ്പോ ഈ പറയുന്ന രീതിയിൽ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ബി ജെ പിക്ക് കൂടുതൽ അടിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് അവർ അതിനകത്ത് നടപടി എടുത്തിട്ട് മുസ്ലിങ്ങൾക്കെതിരെ കേസുമായിട്ട് അവർ പോകാത്തത്. ഇത് മനസ്സിലാക്കാൻ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട. ഇനി ഈ വിഷയത്തിൽ ഈ പറയുന്ന നുപൂർ ശർമ്മയുടെ ആ വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ബി ജെ പി ആണ് നുപൂർ ശർമ്മയെ ആ ജിഹാദികൾക്ക് തിന്നാനിട്ട് കൊടുത്തത്. ആ സർ തൻസെ ജുദ എന്ന് പറഞ്ഞ് ഇവിടെ കേരളത്തിൽ എത്ര സ്ഥലങ്ങളിലാണ് ഇവിടെ പ്രക്ഷോഭം നടന്നത്. കനയ്യലാലിനെ കഴുത്തറുത്ത് കൊന്നത് ഇവിടെ വീഡിയോ പ്രചരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. അപ്പോ രാഹുൽ ഈശ്വറിന്റെ നിലപാട് സത്യത്തിൽ ഗുണകരമാകുന്നത് മതനിന്ദാ നിയമങ്ങൾ ശക്തിപ്പെടണം എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഇരിക്കുന്ന 2 വിശ്വാസികൾക്ക് പോലും അങ്ങനെ ഒരു അവകാശം ഇല്ലാതിരിക്കുമ്പോൾ രാഹുൽ ഈശ്വറാണ് വന്നിട്ട് പറയുന്നത് അതിവിടെ ശക്തിപ്പെടുത്തണമെന്ന്. അത് സത്യത്തിൽ ഗുണകരമാവുക ഹിന്ദുക്കൾക്കല്ല, അത് ഗുണകരമാവുക ഈ മതനിന്ദാ നിയമങ്ങളെ വെപ്പണൈസ് ചെയ്തുകൊണ്ട് ജിഹാദിസം വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഇസ്ലാമിസ്റ്റ് ഭീകരതകർക്ക് തന്നെയാണ് അത് വളമാവുക. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വറിന്റെ വാദം അവർക്ക് ഗുണമാകുന്നുവെന്നും അതൊരു തരം കൂട്ടിക്കൊടുപ്പാണെന്ന് ഞാൻ പറയേണ്ടി വരുന്നത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഗോഡ്സെ ചെയ്തതും കൂട്ടിക്കൊടുപ്പാണ്. ശരി, അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പഴയ ചർച്ചയിലേക്ക് തന്നെ പോവുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഉണ്ണിക്കണ്ണന് മുന്നിൽ ചിക്കൻ മന്തി വെച്ച് വിഷു പരസ്യം ആസൂത്രിതമോ? ആസൂത്രിതമാണെന്ന് 68% പ്രേക്ഷകർ, അല്ല എന്ന് 27%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി.